Good afternoon. No, sir. സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് ആണ്. നമുക്ക് 2-3 ക്ലാസ് ഉണ്ട് ഈ ആഴ്ചത്തോടു കൂടിയിട്ട്. ജൂലൈ 31 ചാപ്റ്റർ തീർക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗത്താണ്. ഈ ചാപ്റ്ററിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മനസ്സിലാക്കുക. 2, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഡിസ്കഷനിലും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഈ വർഷം പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറം, അതിന്റെ അപ്ലിക്കേഷൻ ഇല്ലാത്ത പരീക്ഷയില്ല. ആൻഡ് ദാറ്റ് തിയറം ഈസ് ഗോസസ് തിയറം. അപ്പൊ ആ ഗോസസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അത് അറിയണമെങ്കിൽ ഗോസസ് തിയറം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്: ഒന്ന്, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്; 2, ഗോസസ് തിയറം എന്താണ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നമ്മൾ സംസാരിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, വൈദ്യുത ബലരേഖകളെ കുറിച്ചാണ് പറഞ്ഞത്. അതറിഞ്ഞ കുട്ടിക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നും അതറിഞ്ഞാലേ ഗോസസ് തിയറത്തിലേക്ക് പോകാനും സാധിക്കും. ഒന്നുകൂടി പറയാം, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഉദ്ദേശം. ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡില് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള, സാധ്യതയുള്ള പാത്താണ്, വഴിയാണ്. It is the path along which a unit positive charge moves or tends to move in an electric field. ഇലക്ട്രിക് ഫീൽഡിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ സ്വതന്ത്രമായി വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളോം പോകുന്ന വഴി, പോകാൻ സാധ്യതയുള്ള വഴി ആണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇതർത്ഥം മനസ്സിലാക്കി. അങ്ങനെ ചിത്രത്തിൽ കാണിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ വരച്ചു. ആരൊക്കെ വരച്ചത്? ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ, ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തിരുന്നാൽ, 2 നെഗറ്റീവ് ചാർജുകൾ അടുത്തിരുന്നാൽ, അതേപോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണിക്കുക, ഇതൊക്കെ നമ്മൾ അണ്ടർ ഗോൺ ഡിസ്കഷൻ. നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിയ കാര്യം, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് സെറ്റ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുക എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്തത്? ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിന് ചുറ്റും യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക, 1 ഏരിയ കൺസിഡർ ചെയ്യുക. SI സിസ്റ്റത്തിൽ പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ കൺസിഡർ ചെയ്യുക. അപ്പൊ ആ പോയിന്റിന് ചുറ്റും 1 മീറ്റർ സ്ക്വയർ ഏരിയയിലെ എന്തെണ്ണം? നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദാറ്റ് യൂണിറ്റ് ഏരിയ will give electric field intensity at that point. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കാണേണ്ടത്, ആ പോയിന്റിന് ചുറ്റും യൂണിറ്റ് ഏരിയ നമ്മൾ ഇമാജിൻ ചെയ്യുക. ആ യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട് നോക്കുക. എങ്ങനെ പാസ് ചെയ്യണം? നോർമൽ ആയിട്ട് പാസ് ചെയ്യണം. പാരലൽ ആയിട്ട് പാസ് ചെയ്താൽ ഒന്നും തുളച്ചു പോകുന്നില്ല. നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ് എവിടെ? യൂണിറ്റ് ഏരിയയിൽ. അതാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒന്നുകൂടി ഞാൻ പറയാം, ഇന്നത്തെ ക്ലാസ്സിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സാധന. 1 ഏരിയയിലൂടെ നോർമലായി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് ഏരിയയിലെ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി is the electric field intensity at a point. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? നിങ്ങൾ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണോ കാണുന്നത്, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്, ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിന് ആ പോയിന്റിൽ വെച്ച് സ്പർശരേഖ വരയ്ക്കുക, ടാൻജന്റ് വരയ്ക്കുക. സ്ട്രൈറ്റ് ലൈനിലാണ് ലൈൻ ഓഫ് ഫോഴ്സ് എങ്കിൽ ആ സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. ഏറോ മാർക്ക് അതേപോലെ. അതേസമയത്ത് കർവ്ഡ് ആണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എങ്കിൽ, ഡൈപോളിലും
രണ്ട് ചാർജുകൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള ലൈൻ ഓഫ് ഫോഴ്സ് ആണ് കണ്ടത്. അപ്പൊ അവിടെ വെച്ചിട്ട് ടാൻജന്റ് വരയ്ക്കുക, ആ പോയിന്റിൽ വെച്ച് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഒരു പോയിന്റിലൂടെ ഒന്നിൽ കൂടുതൽ ലൈൻ ഓഫ് ഫോഴ്സ് കടന്നു പോവില്ല. കടന്നു പോയാൽ അവിടെ ഒന്നിൽ കൂടുതൽ ഡയറക്ഷൻ വരും ഇലക്ട്രിക് ഫീൽഡിന്. കാരണം ഒന്നിൽ കൂടുതൽ ടാൻജന്റ് വരയ്ക്കാം. ഒരേ പോയിന്റില് ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒറ്റ ഡയറക്ഷനെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനെ ഉണ്ടാവാൻ പാടുള്ളൂ ഒരു പോയിന്റില്. അതായത് ആ പോയിന്റിലൂടെ ഒരൊറ്റ ലൈൻ ഓഫ് ഫോഴ്സേ കടന്നു പോകാൻ പാടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു പോയിന്റിലൂടെ ക്രോസ് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസർ ആയിട്ട് വന്നാൽ അടുത്തടുത്ത ലൈൻസ് ഓഫ് ഫോഴ്സ് വന്നാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ശക്തി കൂടുതലാണെന്ന് പറയും. അകന്നകന്നിട്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മളൊരു ചിത്രത്തിൽ കാണിച്ചെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ശക്തി കുറവാണ് താരതമ്യേന എന്ന് പറയും. അപ്പൊ റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച് മനസ്സിലാവും. ഇത്രയൊക്കെ പോയിന്റ്സ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പറഞ്ഞു. ഡയറക്ഷൻ കിട്ടാൻ ലൈൻ ഓഫ് ഫോഴ്സിന് ടാൻജന്റ് വരയ്ക്കുക. മാഗ്നറ്റ്യൂഡ് കിട്ടാൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കിട്ടാൻ എന്ത് ചെയ്യണം? യൂണിറ്റ് ഏരിയയിലെ നോർമൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ്. വീണ്ടും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫ്ലക്സ്. വളരെ സിമ്പിൾ ആണ് ഡെഫിനിഷൻ. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? നമ്മളൊരു സർഫസിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സർഫസ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ബോർഡ് തന്നെ ഒരു സർഫസ് ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. ഈ ബോർഡ് ഇരിക്കുന്നത്, ബോർഡ് ഇസ് എ സർഫസ്, അതിനൊരു ഏരിയ ഉണ്ട്. ആ സർഫസ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണെന്ന് കരുതുക. അപ്പൊ ഈ ക്ലാസ് റൂമിൽ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ക്ലാസ് റൂമിൽ മുഴുവൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ബോർഡ് ഇരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ബോർഡിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? അപ്പൊ ഒരു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സർഫസിന്റെ സ്വഭാവമാണ്. ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആ സർഫസിലൂടെ നോർമലായി പെർപെൻഡിക്കുലറായി തുളച്ചു പോകുന്ന, കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പറാണ്. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ്, കണ്ടീഷൻ ഉണ്ട്, നോർമലി ത്രൂ ദ സർഫസ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് ദാറ്റ് സർഫസ്. അപ്പൊ ഈ ബോർഡ് ഒരു സർഫസ് ആണ്. ഈ റൂമിൽ മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ ബോർഡിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തുളച്ചു പോകുന്നു നോർമലായി, പെർപെൻഡിക്കുലറായി, അതാണ് ഈ ബോർഡിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു സർഫസിലെ നോർമലായി കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ് ആ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ഫോഴ്സിന്റെ എണ്ണം എവിടെ? യൂണിറ്റ് ഏരിയയിൽ. ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന് ചുറ്റും യൂണിറ്റ് ഏരിയ, വൺ ഏരിയയിലൂടെ നോർമലായി കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ അക്ഷരം സാധാരണ ഉപയോഗിക്കുക ഫൈ എന്നാണ്. ഇത് മാഗ്നറ്റിക് ഫ്ലക്സിലും വരും, ഇലക്ട്രിക് ഫ്ലക്സിലും ഉണ്ട്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ അവിടെ ഫൈ ബി എന്നാണ് എഴുതുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കാൻ ബി എന്നുള്ള അക്ഷരം ഉപയോഗിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കാൻ നമ്മൾ ഇ എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ ഇ എന്ന് എഴുതാം. ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടെണ്ണമൊന്നും വരുന്നില്ല. ഇലക്ട്രിക് ഫ്ലക്സ് മാത്രമുള്ളത് കൊണ്ട് ഫൈന് മാത്രം എഴുതിയാലും മതി. എന്തായാലും ഇലക്ട്രിക് ഫീൽഡിലുള്ള ഫ്ലക്സ് ആവുമ്പോൾ ഫൈ ഇ എന്ന് എഴുതാം. ഇലക്ട്രിക് ഫ്ലക്സ് ജനറൽ ആയിട്ട് ഫൈ. എന്താണ് ഫ്ലൈ? വൺ ഏരിയയിലെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർമലായി പോകുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ. മൊത്തം സർഫസിലൂടെ നോർമലായ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ അവർ തമ്മിൽ നിങ്ങൾക്ക് വേഗം കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ ഈ ഒരു സർഫസിനെ ഞാൻ കാണിച്ചു. ഈ ബോർഡിന്റെ മുകളിലുള്ള ഒരു ഭാഗം ഒരു സർഫസ്. ആ സർഫസിന്റെ ഏരിയ എ ആണ്. ഈ സർഫസ് ഇരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. എളുപ്പത്തിലുള്ള കാര്യം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഈ സർഫസ് കൂടെ ഇലക്ട്രിക് ഫീൽഡ് മുഴുവൻ സെയിം ആണ്, മാഗ്നറ്റ്യൂഡും ഡയറക്ഷനും. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ആണ് അതിന്റെ മാഗ്നറ്റ്യൂഡ്, ഡയറക്ഷനും ഒക്കെ നോക്കും ഒരേപോലെ. ഡോട്ട് ഇട്ട് കാണിച്ചതിന്റെ ഉദ്ദേശം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദിസ് സർഫസ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഡോട്ടുകളൊക്കെ കാണിച്ചതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. പേന ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ ഈ വരച്ചതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പൊ ഈ സർഫസിന് നോർമൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. വേണമെങ്കിൽ എളുപ്പത്തിൽ കാണിക്കാൻ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. പേപ്പറാണ് ആ സാധനം വിചാരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും.
മുട്ടുസൂചി ഇതിന്റെ മുകളിൽ തറച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ? ഈ മുട്ടുസൂചിനെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് വിചാരിക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കാണിച്ചിരിക്കുന്നത്. ഒക്കെ പാരലാ, എല്ലാ മുട്ടുസൂചികളും പാരലാണ്, എല്ലാത്തിന്റെയും വലിപ്പൊക്കെ ഒരേപോലെ കാണിച്ചിരിക്കുന്നത്. അപ്പോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഈ മുട്ടുസൂചിനെ കാണിച്ചത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ ഈ പേപ്പർ ഒരു കാർഡ്ബോർഡിന്റെ മുകളിലാണ് ഞാൻ കുത്തി നിർത്തിയിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഡയമെൻഷനൽ ഒന്നല്ല, നിങ്ങൾക്ക് നേരെ മനസ്സിലാവും. നോക്കൂ, കുത്തി നിറച്ചിരിക്കുകയാണ്. അതായത് നോർമൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ? നോർമൽ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇരിക്കുകയാണ്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇപ്പോ ഇതാണ് ഞാൻ ഈ ബോർഡിന്റെ മുകളിൽ വരച്ച ചിത്രത്തിന്റെ അർത്ഥം. ഈ കാർഡ്ബോർഡിന്റെ, ഈ പേപ്പറിന്റെ ഏരിയയാണ് എ, ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ് ക്യാപിറ്റൽ ഇ. ഈ ഇലക്ട്രിക് ഫീൽഡ് മുഴുവൻ ആ കാർഡ്ബോർഡിന് നോർമൽ ആണ്. എല്ലാ സമയത്തും ഇങ്ങനെയാണെന്നില്ല, ചിരിച്ച് തറക്കാം. ഇപ്പൊ നോർമൽ ആയിട്ടാണ് തറച്ചിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുഴുവൻ ഈ പേപ്പറിന്റെ മുകളിൽ കൂടെ, ഈ സർഫസിന്റെ മുകളിൽ കൂടെ, കാർഡ്ബോർഡിന്റെ സർഫസിന്റെ മുകളിൽ കൂടെ നോർമൽ ആയി തുളച്ചു പോയിരിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഫ്ലക്സ് കാണാൻ? ഫൈ സമം എത്ര എന്ന് കാണാൻ പോകും. ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ആ സർഫസിൽ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്? ആദ്യം നമ്മൾ ഈന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി ഓർമ്മിക്കുക. ആരാണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ മുമ്പ് പഠിച്ച ഡെഫിനിഷൻ ഉണ്ട്, അതൊന്നും മറന്നു പോകണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പോയിന്റ്. അത് ശരി തന്നെ. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളോമിന് ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇപ്പൊ നമ്മൾ വേറെ രൂപത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിഫൈൻ ചെയ്തു ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ 1 ഏരിയയിലൂടെ നോർമലായ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇ. ഇപ്പൊ എത്രയാ ഏരിയ? എ ആണ് ഈ സർഫസിന്റെ ഏരിയ. അപ്പൊ 1 ഏരിയയിൽ ഇ. അപ്പൊ എ ഏരിയയിൽ എത്ര ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർമൽ ആയിട്ട് പാസ് ചെയ്യും? ഇപ്പൊ കേസ് ചിത്രം കാണിച്ച പോലെ ഇങ്ങനെ നോർമൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ എത്രയായിരിക്കും വരിക? 1 ഏരിയയിൽ ഇ. അപ്പൊ എ ഏരിയയിലുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും നോർമൽ ആയിട്ട്? ഇ ഇൻറ്റു എ. ഓക്കെ, അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് മനസ്സിലായി. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആദ്യം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. എന്താ കിട്ടാൻ കാരണം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം സർഫസിലൂടെ, മൊത്തം ഏരിയയിലൂടെ നോർമലായി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഏരിയയിലൂടെ, യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നോർമലായ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ്. ഇപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല, സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന സർഫസ് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ, തന്നിരിക്കുന്ന സർഫസ് ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ മുട്ടുസൂചി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക, നോർമൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അവരൊക്കെ പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്താ അർത്ഥം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദ സർഫസ് ആകുമ്പോൾ എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും നോർമലായാണ് സർഫസിൽ കടന്നു പോകുന്നത്. ഈ സമയത്ത് ഈ കാർഡ്ബോർഡിന്റെ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? ഇതൊക്കെ കൂടി കൂട്ടി എണ്ണി നോക്കണം. 1 ഏരിയയിലുള്ള നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർമൽ ആണ് ഇ. അപ്പൊ മൊത്തം ഈ കാർഡ്ബോർഡിന്റെ മുകളിലുള്ള മൊത്തം ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും വരിക? ഇ ഇൻറ്റു എ. 1 ഏരിയയിൽ ഇ ആണെങ്കിൽ എ ഏരിയയിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇ ഇൻറ്റു എ. ഇതൊക്കെ പറയാൻ കാരണം ഇപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഈ മുട്ടുസൂചികൾ ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ലംബമായിട്ടാണ് ഇരിക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ആംഗിളിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാലും എനിക്ക് ജനറൽ ആയിട്ട് ഇനി പറയാൻ പറ്റും. ആ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മളെ മുട്ടുസൂചി, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനും ഈ സർഫസിന്റെ ഏരിയയ്ക്ക് നോർമൽ, സർഫസിന്റെ ഏരിയ ആണ് ഈ കാർഡ്ബോർഡ്, അതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഈ പേന അല്ലെ, ഏരിയയ്ക്ക് നോർമലാണ് ഈ പേന. ഈ നോർമലും, ആ നോർമലിനെ വിളിക്കുന്ന പേരാണ് ഏരിയ വെക്റ്റർ എന്ന് വിളിക്കും. സാധാരണ നിലയ്ക്ക് നമുക്കറിയാം ഏരിയ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു ഏരിയനെ ഏരിയ വെക്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ തന്നിട്ടുള്ള സർഫസിന്റെ ഏരിയയ്ക്ക് നോർമലാണ്. അപ്പൊ ഈ കാർഡ്ബോർഡിന്റെ ഏരിയയ്ക്ക് നോർമലാണ് ഈ കാർഡ്ബോർഡിന്റെ ഏരിയ വെക്റ്റർ, ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. അപ്പൊ ഈ പേനയാണ് ഏരിയ വെക്റ്റർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഏരിയ എ, അതിന്റെ ഡയറക്ഷൻ ആണ് നോർമൽ ടു ദ സർഫസ്. അപ്പോ ഈ ഏരിയയ്ക്ക് നോർമൽ ആണ് ഈ പേന, ദാറ്റ് ഈസ് ഏരിയ വെക്റ്റർ. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഏരിയ വെക്റ്റർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിന് ആരാ ഇലക്ട്രിക് ഫീൽഡ്? ഇപ്പൊ ഈ മുട്ടുസൂചികൾ കാണിച്ചത്, അതിന് അത് ഇപ്പൊ ഈ കാർഡ്ബോർഡിന് നോർമൽ ആയിട്ടാണ് ഞാൻ ഒക്കെ വെച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പൊ അതിന് ഇപ്പൊ പറഞ്ഞെന്താണ്? ഏരിയ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയ്ക്ക് നോർമൽ.
അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയക്ക് നോർമൽ ആണ്, ഏരിയ വെക്ടറും ഏരിയക്ക് നോർമൽ ആണ്. സോ തീറ്റ ഈസ് നൗ എന്താണ്? വാട്ട് ഈസ് തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടർ ഈസ് നോർമൽ ടു ദ ഏരിയ. അപ്പൊ ഏരിയക്ക് നോർമൽ ആണ് ഈ പേന, ഇലക്ട്രിക് ഫീൽഡ് ഏരിയക്ക് നോർമൽ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണം എന്നില്ല. അപ്പൊ നൗ ദ ആംഗിൾ ഈസ് 0 അല്ലെ? പേനയ്ക്കും ആ മുട്ടുസൂചിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 അല്ലേ? എന്താ കാരണം? ഏരിയ വെക്ടർ ഏരിയക്ക് നോർമൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഏരിയക്ക് നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. നൗ ദ തീറ്റ ഈസ് 0. അപ്പൊ തീറ്റ 0 ആകുന്ന കണ്ടീഷനാണ് ഇപ്പൊ ഞാൻ ഈ വരച്ചത്. ഏരിയ വെക്ടർ ഇങ്ങനെയാണ്, ഏരിയക്ക് നോർമൽ, ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെയാണ് നോർമൽ. അപ്പൊ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഏരിയ വെക്ടർ മീൻസ് നോർമൽ ടു ദ ഏരിയ. ഏരിയക്ക് നോർമൽ ആണ് ഏരിയ വെക്ടർ, അല്ലാണ്ട് ഏരിയനേറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല. ഏരിയക്ക് നോർമലിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ആര്? ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ അത് 0 ആണ്. ആ ഏരിയ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇലക്ട്രിക് ഫീൽഡിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 0 ആയപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടി ഇ ഇൻറ്റു എ. ഇനി ഞാൻ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. സർഫസ് തന്നെ ബോർഡിന്റെ മുകളിൽ തന്നെ കാണും, ഈ ബോർഡ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഈ പേനയുടെ ഡയറക്ഷനിലാണ്. ഇപ്പൊ എന്താ? ഇലക്ട്രിക് ഫീൽഡ് വല്ലതും ഇതിനെ തുളച്ചു പോകുന്നുണ്ടോ? നേരത്തെ മുട്ടുസൂചി ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അപ്പൊ ഒക്കെ തുളച്ചു നോർമലായി. ഇങ്ങനെ വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ഈ പേനയാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കാണിച്ചത്, നേരത്തെ കേസിൽ മുട്ടുസൂചി ആയിട്ട് പറയാം. ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഈ സർഫസിനെ തുളയ്ക്കുന്നില്ല. തുളയ്ക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് നോർമൽ ആയിട്ടുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഒറ്റ ലൈൻസ് ഓഫ് ഫോഴ്സ് തുറക്കില്ല. അപ്പൊ ഇതൊരു പേന, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇങ്ങനെ പോകും. പൊട്ടുസൂചികൾ നേരത്തെ കാണിച്ചത് പാരലൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? ഒന്നും തുളയ്ക്കുന്നില്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് 0. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ് എപ്പോഴാണ് ഈ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും? എപ്പോൾ ഈ മുട്ടുസൂചി ഇങ്ങനെ വെക്കുന്നതിന് പകരം നോക്കുക, ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ പേപ്പറിന് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ. ഇപ്പൊ അതിൽ കാണിച്ചിരിക്കുന്നൊക്കെ കുത്തിയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കണം. ഇങ്ങനെ വെച്ചാൽ വല്ലതും തുളയ്ക്കോ? ഇല്ല. ഇങ്ങനെ വെച്ചാലല്ലേ തുളയ്ക്കുക. ഇങ്ങനെ വെച്ചാൽ അത് പാരലാണ്, തുളയ്ക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പാരലൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. അപ്പൊ സർഫസിന് പാരലാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ, ഇങ്ങനെയാണ് സർഫസിന് പാരലാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0. സർഫസിന് നോർമലാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വന്നെങ്കിൽ തുറച്ചു പോയി നോർമലായി. അപ്പൊ ഫ്ലക്സ് മാക്സിമം. അപ്പൊ മാക്സിമം ഫ്ലക്സ് കിട്ടാൻ തീറ്റ 0. ആരാണ് തീറ്റ? വീണ്ടും പറഞ്ഞു, തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടാൽ തീറ്റ 90 ഡിഗ്രി എന്ന് പറയരുത്. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടർ ഈസ് നോർമൽ ടു ദ ഏരിയ. അപ്പൊ ഈ പേന തന്നെയാണ് ഏരിയ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് അതിന് നോർമൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ല, 0 ഡിഗ്രിയാണ്. അവിടെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി തെറ്റിക്കുക, ശ്രദ്ധിക്കുക. സർഫസിന്റെ നോർമൽ ആണ് ഏരിയ വെക്ടർ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആണെങ്കിൽ ഏരിയ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 0. അപ്പൊ ഈ കേസിൽ തീറ്റ ഈക്വൽ ടു 0 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയി. എന്താ കാരണം? ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ആയിട്ടിരുന്നു സർഫസിന്, ഒന്നും തുളച്ചു പോകുന്നില്ല. ഇപ്പൊ വാട്ട് ഈസ് ആംഗിൾ തീറ്റ? നമ്മൾ ഏരിയ വെക്ടർ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഏരിയ വെക്ടർ, ഏരിയക്ക് നോർമൽ. ഇലക്ട്രിക് ഫീൽഡ് പക്ഷെ എങ്ങനെയായി? Now what is the angle between electric field and area vector? This is electric field, this is area vector. What is the angle between them? Theta is equal to 90 degree. 0 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ 90 ഡിഗ്രി ആയപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയി. തീറ്റ 0 ഡിഗ്രി ആയപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം ആയി. സോ തീറ്റ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ഇക്വേഷനിൽ ജനറൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? തീറ്റ 0 ആകുമ്പോൾ മാക്സിമം ആവുകയും തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ 0 ആവുകയും ചെയ്യണമെങ്കിൽ സൈൻ തീറ്റ പറ്റുമോ? ടാൻ തീറ്റ പറ്റുമോ? ഇല്ല. സൈൻ 0 ആണ്, മാക്സിമം അല്ല. സൈൻ 90 മാക്സിമം ആണ്, 0 അല്ല. അപ്പൊ സൈൻ പോലെ തന്നെയാണ് കൊസൈൻ, കാരണം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ. അപ്പൊ സൈനും പറ്റില്ല, ടാനും പറ്റില്ല, പിന്നെന്താ പറ്റുക? കോസ് തീറ്റ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോസ് 0 കൊടുത്താൽ മാക്സിമം, ഫ്ലക്സ് മാക്സിമം ആയി. കോസ് 90 കൊടുത്താൽ, തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുത്താൽ കോസ് 90 0 ആണ്, ഫ്ലക്സ് 0 ആയി. അപ്പൊ തീറ്റ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ആ ഇക്വേഷനിൽ കോസ് തീറ്റ ആയിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ഇക്വേഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. ഇത് മനസ്സിലാക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഇ എ കോസ് തീറ്റ. വാട്ട് ഈസ് ഇ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എല്ലാ സമയത്തും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ആവണമെന്നില്ല. അപ്പൊ ഒരു സ്പെഷ്യൽ കേസിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കണം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു സർഫസ് ആണ് എ ഏരിയ ഉള്ളത്. ആ എ ഏരിയ ഉള്ള സർഫസിന്റെ നോർമൽ, അതാണ് ഏരിയ വെക്ടർ.
ഇലക്ട്രിക് ഫീൽഡിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ phi electric flux through this surface is EA cos theta. What is electric flux? Number of electric lines of force passing normally through unit area. ഇപ്പൊ നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് ഒന്നുകൂടി വരിക. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്, എല്ലാവർക്കും അറിയും. ഏരിയയെ നമ്മളിപ്പോ വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി, ഏരിയ വെക്ടർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ആണ്, ഇലക്ട്രിക് ഫീൽഡും വെക്ടർ ആണ്, ഏരിയയും വെക്ടർ ആണ്. രണ്ടാൾക്കാരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു കോസ് തീറ്റ ഒപ്പം വന്ന് കടന്നു. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റയാണ് ഒപ്പം വന്ന് കിടക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ എന്താ വിളിക്കുക? എ ബി കോസ് തീറ്റയാണ് രണ്ട് വെക്ടർ തമ്മിൽ ഭരിക്കപ്പോൾ എങ്കിൽ അതിനെ വിളിക്കുക എ ഡോട്ട് ബി എന്ന് വിളിക്കും, അല്ലെ? എ ബി സൈൻ തീറ്റയാണ് രണ്ട് വെക്ടർ തമ്മിൽ ഭരിക്കപ്പോൾ കിട്ടിയതെങ്കിൽ നമ്മൾ അതിനെ എ ക്രോസ് ബി എന്ന് വിളിക്കും. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്, ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട്, വെക്ടർ പ്രൊഡക്റ്റും ഉണ്ട്, സ്കെലാർ പ്രൊഡക്റ്റും ഉണ്ട്. ഇവിടെ കോസ് തീറ്റ വന്നതുകൊണ്ട് ദിസ് ഇസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ എ കോസ് തീറ്റ എന്ന് എഴുതിയതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതാം, വെക്ടർ ഇ ഡോട്ട് വെക്ടർ എ. കാരണം രണ്ടാക്കാട് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. സോ phi ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന് എഴുതാം. അപ്പോ ഒന്നും കൂടി വൃത്തിയായിട്ട് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഏരിയ. ഏരിയനെ വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഏരിയയുടെ ഡയറക്ഷൻ ഏരിയക്ക് പാരലൽ അല്ല, ഏരിയക്ക് നോർമൽ ആണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലോർക്കാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തെറ്റിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു സ്പെഷ്യൽ കേസ്. എങ്ങനെയാണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കും. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് സ്കേലാർ ആണോ വെക്ടർ ആണോ, അതിന് SI യൂണിറ്റ് എന്താണ്, ഡയമെൻഷൻ ഫോർമുല എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രോബ്ലങ്ങളും ചെയ്യാം. പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ ഈ ഫോർമുല മതി. നോക്കുക, വാട്ട് ഈസ് ദ സ്കേലാർ ആണോ വെക്ടർ ആണോ? ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, സ്കെലാർ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിച്ചത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞു. പിന്നെ ചിത്രം വരയ്ക്കാൻ എളുപ്പത്തിന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പറഞ്ഞു. അവരെ ചേർത്ത് വെച്ച് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന വേറൊരു സ്കെലാർ ക്വാണ്ടിറ്റി പറഞ്ഞു. ഇതൊക്കെ ചേർത്ത് പോകണം, ഇവർക്ക് തമ്മിലുള്ള ബന്ധങ്ങളും പറയണം. അപ്പൊ സ്കെലാർ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. SI യൂണിറ്റ് എന്തായിരിക്കും വരിക? എളുപ്പമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി SI യൂണിറ്റ് ഓർമ്മിച്ചുള്ള ന്യൂട്ടൺ പെർ കൂളോം നിങ്ങൾക്ക് അറിയാം. ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. കോസ് തീറ്റ എന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കോസ് തീറ്റയ്ക്ക് ഒന്നും യൂണിറ്റ് ഇല്ല. അപ്പൊ EA മാത്രമേ നോക്കുള്ളൂ യൂണിറ്റ് എഴുതുമ്പോൾ. ഇപ്പൊ ന്യൂട്ടൺ പെർ കൂളോം ഇൻറ്റു മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് പറഞ്ഞിരുന്നല്ലോ, വോൾട്ട് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് ഉണ്ട്, അടുത്ത ചാപ്റ്ററിൽ വരും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതാണ് കൂടുതൽ നല്ലത്. വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ കിട്ടും. ഒരു മീറ്റർ വെട്ടിക്കും. സോ വോൾട്ട് മീറ്റർ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ ഉപയോഗിക്കാം. അതിനേക്കാൾ എളുപ്പം എഴുതാൻ വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ ഓർ ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്തത് ഡയമെൻഷണൽ ഫോർമുല എഴുതണം. ഫൈന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാൻ phi is equal to EA cos theta. cos theta നോക്കണ്ട, cos theta ഡയമെൻഷൻ ഫോർമുല എഴുതുക. ബാക്കി E ന്റെ ഡയമെൻഷൻ ഫോർമുല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയമെൻഷൻ ഫോർമുല കിട്ടാൻ ആദ്യത്തെ ഫോർമുല ഫോഴ്സ് ബൈ ചാർജ് ഇസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഫോഴ്സിന് MLT⁻², ഡിവൈഡഡ് ബൈ ചാർജിന് IT. സോ നിങ്ങൾക്ക് കിട്ടിയത് ഓർമ്മ ഉണ്ടാവും, ഓർമ്മയിൽ വരണം, MLT⁻³ I⁻². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. പഴയ കാര്യം ഒന്നും കൂടി ഓർമ്മിക്കുക, F/Q നിന്ന് കിട്ടിയതാണ്. വേറെ IS കറന്റിനെ കാണിച്ചതാണ്. ചില പുസ്തകങ്ങളിൽ ക്യാപിറ്റൽ A ഉപയോഗിക്കും, ആംപിയർ എന്നുള്ള അർത്ഥത്തിൽ കറന്റിനെ A വെച്ചിട്ട് കാണിക്കും. നമ്മളിപ്പോ ഞാൻ തൽക്കാലം I കാണിച്ചു. ഇനി ഏരിയക്ക് എല്ലാവർക്കും അറിയാം, ഏരിയ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്, L സ്ക്വയർ. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ML, ഒരു 1 ഇവിടെ 2 കൂടി വന്ന ML³ T⁻³ I⁻². ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല. ഡയമെൻഷൻ ഫോർമുല പറഞ്ഞു, SI യൂണിറ്റ് പറഞ്ഞു, സ്കെലാർ ആണ് പറഞ്ഞു, ഫോർമുല പറഞ്ഞു, എന്താണ് ഡിഫൈൻ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ദ ഗിവൺ സർഫസ്. ഒരു സർഫസിന്റെ സ്വഭാവം കാണിക്കുകയാണ്. എവിടെ? ഇലക്ട്രിക് ഫീൽഡിൽ. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ആ സർഫസിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ? അങ്ങനെ അതിന്റെ ആകെ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്? മൊത്തം സർഫസ്. ഇപ്പൊ ഞാനൊരു ബോഡിയാണ്, ഞാനൊരു ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുക, എന്റെ ശരീരത്തിലൂടെ ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സ് തുളച്ചു പോകുന്നുണ്ടാവും. അങ്ങനെ എന്റെ ശരീരത്തിലൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഞാനിപ്പോ നിൽക്കുന്നത്, നിങ്ങളൊക്കെ നിൽക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. സംശയങ്ങളുണ്ടാവും. കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈ കണക്ഷൻ, ഇന്റർനെറ്റ് കണക്ഷനാണ്. അവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് റേഡിയോ വേവ് എന്ന് പറയുന്ന ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയാം. ആ റേഡിയോ വേവ് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. ഇതിന്റെ ഇടയിൽ അത് സാറ്റലൈറ്റ് വഴിയൊക്കെ പോയിട്ടാണ് നിങ്ങളുടെ അടുത്തെത്തുന്നത്. വലിയൊരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ആ റേഡിയോ വേവ്സ് ആണ് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിയത്. നിങ്ങളുടെ ശരീരത്തിലൂടെ ഒക്കെ തുളച്ചിട്ടാണ് റേഡിയോ വേവ്സ് പോയത്. ആരാണ് റേഡിയോ വേവ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. നമ്മളെ ചാപ്റ്റർ വരാൻ പോകുന്നുണ്ട്, ഒരു 7ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ മൊബൈൽ വർക്ക് ചെയ്യാൻ നിങ്ങളിപ്പോ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന റേഡിയോ വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ രണ്ട് ഫീൽഡ് ലൈൻസും നിങ്ങളുടെ ശരീരത്തിലൂടെയും എന്റെ ശരീരത്തിലൂടെയും ലോകത്തിലുള്ള എല്ലാവരുടെ ശരീരത്തിലൂടെയും തുളച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻവിസിബിൾ ആണ്, കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ വഴി? നിങ്ങളുടെ ശരീരത്തിന്റെ ആകെ ഏരിയ, നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എണ്ണി നോക്കുക, ഇത് രണ്ടും കൂടി പെരുക്കുക. ഇ ഇൻറ്റു എ, ഇലക്ട്രിക് ഫീൽഡിനെ ഏരിയ കൊണ്ട് പെരുക്കുക. ഒപ്പം ഒരു കോസ് തീറ്റ ഇടാൻ കാരണം എന്താണ്? നോർമലായി പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ആകണം എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ് കോസ് തീറ്റ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 0, കാരണം ഒന്നും തുളയ്ക്കുന്നില്ല. അപ്പൊ തീറ്റ 0 എന്നല്ല പറയേണ്ടത്, തീറ്റ 90 ഡിഗ്രിയാണ്. When the surface is parallel to the electric field, theta is 90 degree. Why? തീറ്റ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ നോർമൽ ആയിട്ടുള്ള ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ. അവിടെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കി ഓർമ്മിക്കേണ്ടത്. അപ്പൊ അർത്ഥം ആദ്യം മനസ്സിലാക്കിയാൽ മതി. സർഫസ്, ഇതാണ് സർഫസ്, കൈയാണ് സർഫസ് എങ്കിൽ ഈ പേനയാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഇപ്പൊ വല്ലതും തുളച്ചു പോകുന്നുണ്ടോ? പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് 0. ഇപ്പൊ തീറ്റ 90 ഡിഗ്രി എന്ന് പറയാൻ കാരണം ഈ കയ്യിന്റെ നോർമൽ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ. സോ തീറ്റ ഈസ് 90 ഡിഗ്രി, ഇ എ കോസ് 90 വരും, 0 ആയി. ഇനി ഇതേ സർഫസിന് നോർമൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇത് അങ്ങനെ ഒന്നും. എന്റെ സർഫസ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോഴോ തീറ്റ 90 ഡിഗ്രി എന്ന് പറയരുത്, സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അപ്പൊ അതിന്റെ നോർമൽ തന്നെ. ഇലക്ട്രിക് ഫീൽഡും ആ നോർമലിലൂടെയാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ നൗ ഇറ്റ് ഈസ് 0 ഡിഗ്രി. സോ ഇ എ ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് മാക്സിമം ഇ ഇൻറ്റു എ. അപ്പൊ ഈ കയ്യിന്റെ ഏരിയ എടുക്കുക, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വരിക്കുക, എന്നിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഈ കയ്യിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മുഴുവൻ സെയിം മാഗ്നറ്റ്യൂഡ് ഉള്ളതാണെങ്കിലാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മളൊന്ന് ജനറൽ ആയിട്ട് എഴുതുക. അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഏരിയ എടുക്കും, ആ ഏരിയയാണ് ഡി എസ്. ഇത്രയും ചെറിയ ഡി എസ് എന്നുള്ള ഏരിയയില് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയി. വലിയ ഏരിയ എടുത്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ മാറും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1 ആയിരിക്കാം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2 ആയിരിക്കാം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E3 ഒക്കെ ആയിരിക്കാം. പക്ഷെ ഈ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫീൽഡ് മാറുന്നില്ല. അത്രയും ചെറിയ സ്ഥലത്ത് ഏരിയസ്, ആ ചെറിയ ഏരിയ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സി. അപ്പൊ ഈ ചെറിയ ഏരിയയിൽ ഇലക്ട്രിക് ഫ്ലക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് d5 എന്ന് എഴുതാം. സോ d5 = E dot ds. അതേ ഫോർമുല തന്നെ. ഈ വലിയ ഏരിയനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ ഇവിടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഇതിനെ ചെറിയ 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 ഏരിയകളാക്കി, അതിലൊരു ചെറിയ ഏരിയയാണ് ds. ആ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സെയിം ആണ്, കാരണം അത്രയും ചെറുതാണ് ds. അപ്പൊ ആ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് ഇതേ ഫോർമുല ഉപയോഗിച്ച് E dot a എന്ന് എഴുതിയിട്ട് എക്ക് പകരം ds എന്നുള്ള ഏരിയ വെക്ടർ. അപ്പൊ നമുക്ക് ഈ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടി. ഇനി മൊത്തം ഈ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടണമെങ്കിൽ ഇതൊക്കെ കൂടി കൂട്ടണം, അല്ലെ? ഈ d5കളൊക്കെ ചെറിയ ഫ്ലക്സുകളൊക്കെ കൂടി കൂട്ടണം. എല്ലാവരും കൂടി കൂട്ടുന്നതിനെ പറയുന്ന പേരാണ് ഇന്റഗ്രേഷൻ. സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റഗ്രൽ E dot ds. അപ്പൊ ഇതാണ് ഫൈനൽ ഫോർമുല. ശരിക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? സർഫസിൽ ഇന്റഗ്രേറ്റ്. ds എന്നുള്ളതിന്റെ അർത്ഥം ചെറിയ ചെറിയ സർഫസ് ഏരിയകളാണ്, ഇതിനൊക്കെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ സർഫസിൽ, ഈ കാണിച്ചത് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആളാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വാചകം അവസാനം ഇങ്ങനെയായിട്ട് മാറും: ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡിനെ സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആളാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് പ്യുവർ മാത്തമാറ്റിക്സ്. അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം പറഞ്ഞു. അതായത് ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആണെങ്കിൽ ഫ്ലക്സ് E ഇൻറ്റു എ എന്ന് എഴുതി, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആണെങ്കിൽ ഫ്ലക്സ് 0 എന്ന് എഴുതി. അങ്ങനെ ഒരു കോസ് തീറ്റ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഏരിയക്ക് നോർമൽ, ഇലക്ട്രിക് ഫീൽഡിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയാണ് E dot a എന്ന് എഴുതിയത്. അപ്പോഴാണ് സ്കെലാർ ആണ്, യൂണിറ്റ് ഡയമെൻഷൻ ഫോമിലൊക്കെ കിട്ടി. ഇനി നമ്മൾ ജനറലായി നമ്മൾ മൊത്തം ഈ ഏരിയനെ കൺസിഡർ ചെയ്തു. ആ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫീൽഡ്, ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് E dot a എന്ന് എഴുതിയതിന് പകരം ഇങ്ങനെ എളുപ്പമാണ്. ഇതാണ് ഇങ്ങനെ ഉണ്ടാവും. ആ d5കളൊക്കെ കൂടി കൂട്ടുക എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വഴിയാണ് ഇന്റഗ്രേഷൻ നമ്മൾ പറഞ്ഞത്. സോ ഇന്റഗ്രൽ E dot ds ആണ് 5. E dot ds നെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നടത്തുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സർഫസിനെ ഉദ്ദേശിച്ചതാണ്. അപ്പൊ സർഫസിൽ ആരെനെ എന്ത് കിട്ടാൻ? ഇലക്ട്രിക്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ആധികാരികമായ ടോപ്പിക്. ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നിങ്ങൾ എഴുതിയാൽ മാർക്ക് കിട്ടും. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മനസ്സിൽ വരണം. നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി.
വൺ ഏരിയയിലെ നോർമലായ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഈ ഏരിയയിലെ ടോട്ടൽ നോർമലായ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് 5. അങ്ങനെയാണ് ഫൈയും ഇയും തമ്മിൽ ഒരു ഏരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു 5 EA. അതിനെ കോസ് തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത് എന്തായിരിക്കണം? സർഫസിന് നോർമൽ ആവുമ്പോൾ മാക്സിമം ആവുക, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആവുമ്പോൾ ഒന്നും തുളച്ചു പോകുന്നില്ല, ഫ്ലക്സ് 0 ആവും. ഈ കണ്ടീഷൻ കിട്ടാനാണ് നമുക്കൊരു കോസ് തീറ്റ കിട്ടിയത്. അപ്പൊ അത് ഓർമ്മിക്കുക. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 5 EA കോസ് തീറ്റ ഉപയോഗിക്കുക. വീണ്ടും പറയുന്നു, തീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും നല്ല പറയുന്നത് ഏരിയ വെക്ടറിന് മെഡിക്കൽ ആംഗിൾ ആണ്. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് നോർമൽ ആണ്. ഓക്കെ, സംശയങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. ഫോർമുലകൾ ഓർമ്മിക്കുക, യൂണിറ്റ് ഓർമ്മിക്കുക, ഡയമെൻഷൻ ഫോർമുല ഓർമ്മിക്കുക, സ്കെയിലാർ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. NCERT ക്വസ്റ്റ്യനിൽ അതേ പ്രോബ്ലം തന്നെയാണ്. There is an electric field which is uniform. Uniform electric field ഉണ്ട് ഒരു സ്ഥലത്ത്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 3 × 3 ന്യൂട്ടൺ. ഒപ്പം ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ 3 ആണ്. ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു. ചോദ്യം, അവിടെ ഒരു സ്ക്വയർ സർഫസ് ആണ്. ആ സ്ക്വയർ സർഫസ് ഇരിക്കുന്നത് YZ പ്ലെയിനിലാണ്. ഓർമ്മയിൽ വെക്കും. നമ്മളെ സ്ക്വയർ സർഫസ് സൈഡ് 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സർഫസ് ഇരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്? ചോദ്യം, ആ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? അപ്പൊ നമുക്ക് എന്നെ വേണമെങ്കിൽ ബോർഡിന്റെ മുകളിൽ ചിത്രം വരയ്ക്കാമോ അല്ലേ? ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്, അല്ലേ? ദിസ് ഈസ് Z ആക്സിസ്. ഡോട്ട് ഇട്ട് കാണിക്കും. ഇതാണ് Z ആക്സിസ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, Z ആക്സിസ്. എക്സ് ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത് ഇങ്ങനെ, മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അത് യൂണിഫോം ആണ്. വാല്യൂ 3 × 10⁻³ സ്ഥലം മാറിയാലൊക്കെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, സെയിം ഡയറക്ഷൻ മാറുന്നില്ല. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ കാണാൻ അതിന്റെ സൈഡിന്റെ നീളം തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ഫോർമുല നമുക്കറിയാം. ആ സ്ക്വയർ എങ്ങനെ ഇരിക്കുന്നത്? എന്റെ കൈയാണ് ആ സ്ക്വയർ വിചാരിച്ചു. ഇല്ല, അതായത് ഇത് Y, ഇത് Z. അപ്പൊ ഇതല്ലേ YZ പ്ലെയിൻ. ഈ എന്റെ കൈ പിരിക്കുന്നത് YZ പ്ലെയിൻ. ഇതൊരു സൈഡ് 10 ഡയറക്ഷനില് സ്ക്വയർ ഇരിക്കുന്നത് പ്ലെയിനില്. What is theta? Theta 90 degree. Electric flux maximum. ഫീൽഡും ഈ കൈ കൂടെ കടന്നു പോകുന്നത്. തീറ്റ 90 എന്ന് പറയുന്നത് 0 പേന, ഇലക്ട്രിക് ആംഗിൾ 0 ആണ്. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു EA കോസ് തീറ്റ എന്നുള്ള ഫോർമുല എഴുതും. തീറ്റ 0 ആണെന്ന് മനസ്സിലായി. സോ ഫ്ലക്സ് ഈസ് മാക്സിമം ആണ്. സോ E × A. കാരണം സർഫസിന് നോർമൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. YZ പ്ലെയിനിന് നോർമൽ ആണ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഐ ക്യാപ്പ് ഡയറക്ഷൻ. അപ്പൊ E × A. വാട്ട് ഈസ് E? അതാണ് 3 × 10⁻³ വാട്ട് ഈസ് ഏരിയ? ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഇസ് ഈക്വൽ ടു A സ്ക്വയർ, അല്ലെ? സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഒരു സൈഡിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ്? സെന്റിമീറ്ററിലാണ്. സോ 0.1 10 സെന്റിമീറ്റർ ഞാൻ മീറ്റർ ആക്കിയാൽ 0.1 മീറ്റർ ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 0.01 മീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ 0.01 മീറ്റർ സ്ക്വയർ ആണ്. സോ അതിലേക്ക് വരിക E × 0.01. ആൻസർ ഈസ് ഇവിടെ 10⁻³ ഉണ്ട്, ഇവിടെ 10⁻². 0.01 എന്ന് പറഞ്ഞാൽ 10⁻². സോ ഇവിടുത്തെ 10⁻² ക്യാൻസൽ ചെയ്യും. സോ മീറ്റർ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ ഒന്നും പറയുന്നത്. ഉത്തരം കിട്ടിയത് മനസ്സിലായി വിചാരിക്കും. അടുത്ത അതിന്റെ ബി പാർട്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചത്? If the square surface is the normal to the square, ഈ സ്ക്വയറിന്റെ നോർമൽ, അതായത് ഏരിയ വെക്ടർ makes an angle 60 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിനായിട്ട് നേരത്തെ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ നോർമൽ, ഈ സ്ക്വയറിന്റെ നോർമൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ തീറ്റ 0 ചെരിഞ്ഞു. നോക്കിക്കോ, ഈ കൈ ഞാൻ ചെരിച്ചത് ആലോചിക്കാം. ഇങ്ങനെ എക്സ് ആക്സിസിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയറിന്റെ നോർമൽ 30 ഡിഗ്രി ഉണ്ടാക്കി. ഇപ്പൊ എക്സ് ആക്സിസിനായിട്ട് ഈ പാൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അതാണ് തീറ്റ.
പറഞ്ഞ മനസ്സിലാവുമല്ലോ വിചാരിക്കണം. ഈ കൈയിന്റെ നോർമൽ ആണ് ഏരിയ വെക്ടർ. അപ്പൊ ഈ നോർമൽ ടു ദിസ് സ്ക്വയർ, നമ്മൾ കൈയിനെ സ്ക്വയർ സർഫസ് ആയിട്ട് പറഞ്ഞു. നോർമൽ ടു ദിസ് സ്ക്വയർ മേക്സ് എൻ ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇപ്പൊ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്? അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫ്ലക്സ് ആണ് 30 വോൾട്ട് മീറ്റർ മാക്സിമം. ഇത് ചെരിഞ്ഞു. ഇപ്പൊ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് മുഴുവൻ എന്തായിട്ട് പോകുന്നില്ല, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ മുഴുവൻ നോർമൽ അല്ല. ആ നോർമൽ ആയിട്ടുള്ള കമ്പോണന്റ് എടുക്കാനാണ് നമ്മൾ cos θ എടുക്കുന്നത്. സോ θ is equal to 60 ഡിഗ്രി കൊടുത്താൽ phi is equal to cos 60. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് 30. അത് വേറെ ചെയ്യണ്ട. ഇൻറ്റു cos 60 എത്രയാണാവോ? 15 മീറ്റർ. അപ്പൊ ചെരിഞ്ഞിരുന്നപ്പോ 60 ഡിഗ്രിയിൽ അതിന്റെ നോർമൽ ഇലക്ട്രിക് ഫീൽഡിനായിട്ട്, അതായത് എക്സ് ആക്സസിനായിട്ട് ഉണ്ടാക്കിയപ്പോ 15 വോൾട്ട് മീറ്റർ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഈ പ്രോബ്ലം നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. NCERT അതേപോലെ ഞാൻ വന്നതാണ്. ഇനി ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡും ഏരിയ ഒക്കെ തന്നാൽ, വെക്ടർ രൂപത്തിൽ തന്നാൽ, സിമ്പിൾ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 2i plus 3j minus k. ഇങ്ങനെ ചെയ്യാൻ അറിയാലോ അല്ലേ? എന്തായാലും ഫസ്റ്റ് ഇയറിന്റെ പോർഷനും കൂടി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് 2i 3j മൈനസ് SI സിസ്റ്റത്തിലാണ് ന്യൂട്ടൺ പെർ കൂളും. ആൻഡ് ഏരിയ വെക്ടർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. is equal to area of ഏതോ ഒരു സർഫസ്, അതിന്റെ ഏരിയ തന്നിരിക്കുന്ന ഏരിയ വെക്ടർ എങ്ങനെയാണ്? i minus j മീറ്റർ സ്ക്വയർ. SI സിസ്റ്റത്തിൽ വന്നു. വാട്ട് ഈസ് ഇലക്ട്രിക്? കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. E ഡോട്ട് A എന്ന് എടുക്കാൻ വർക്ക് F ഡോട്ട് S കണ്ടുപിടിച്ച അതേ ഫോർമുല ഐ ക്യാപ്പിന്റെ ഒപ്പം കിടക്കുന്ന ആള് കോഎഫിഷ്യന്റ് 1. അപ്പൊ 2 × 1 ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി പ്ലസ്, അവിടെ പ്ലസ്. ഇനി ഇവിടുത്തെ ഐ ക്യാപ്പിന്റെ ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 3. ഓക്കെ, ഇവിടുത്തെ ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? 1 അല്ല, പ്ലസ് ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? -1 2. ഫ്ലക്സ് ക്ലാസ് കുറച്ചേരം കട്ടായി ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടില്ലേ? ഇപ്പൊ ഞാൻ ചെയ്ത പ്രോബ്ലം കിട്ടിയിരുന്നോ? ഇല്ല സാറേ, ലാസ്റ്റ് ഭാഗം കിട്ടില്ല. പ്രോബ്ലം പറഞ്ഞത് കിട്ടിയിരുന്നോ? ഇല്ല അതായത് ആദ്യം അല്ലേ സ്ക്വയർ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സ്ക്വയർ ഇരുന്നപ്പോ 60 ഡിഗ്രിയിൽ തിരിഞ്ഞിരുന്നപ്പോ കിട്ടിയില്ലേ? അത് കിട്ടിയിരുന്നോ? അത് കിട്ടിയിരുന്നോ? ആ സാർ, അത് കിട്ടിയിരുന്നു. യെസ്, ഞാൻ രണ്ടാമത് പറഞ്ഞ പ്രോബ്ലം വേറെ ഒന്നും ചെയ്തില്ല. ഫീൽഡ് ഇസ് ഈക്വൽ ടു 2i plus j minus k. ഇങ്ങനെ തന്നു. ന്യൂട്ടൺ കിട്ടേണ്ടത് വിചാരിക്കണം. ഏരിയ ഓഫ് എ സർഫസ് ഈസ് ഗിവൺ ബൈ i minus j. അടുത്ത വേറെ സംഖ്യയാണ് ഞാൻ തന്നിരുന്നത്, മീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? phi is equal to E ഡോട്ട് A എന്ന് എഴുതാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയണം. എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു ഇവിടെ ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 1. 2 × 1. ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പ്ലസ് ഇവിടുത്തെ ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 1. ഇവിടുത്തെ ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? -1 ആണ്. ഇൻറ്റു -1 പ്ലസ് ഇവിടെ കെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് -1 ഇൻറ്റു ഇവിടെ കെ ക്യാപ്പ് ഇല്ല, അപ്പൊ അതുകൊണ്ട് 0. നമ്മള് വർക്ക് കാണുമ്പോൾ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത അതേ വഴി. സോ 2 plus -1 plus 0. That's equal to 2 minus 1. Answer is 1. Okay. Electric flux is 1.
ഞാൻ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഇങ്ങനെയായിരുന്നു, I-3j എന്നൊക്കെ കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ വരിക? 1 into -3 എന്ന് വരും അല്ലെ, നെഗറ്റീവ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ 2 + -3 എന്ന് വരും. സോ 2 - 3 എന്ന് വരും. അപ്പൊ -1. ഇവിടെ I-3j ആയിരുന്നെങ്കിൽ ഉത്തരം ഇവിടെ -1 ആവുന്നത്. യൂണിറ്റ് ഒക്കെ നമുക്ക് എഴുതാം വോൾട്ട് മീറ്റർ SI സിസ്റ്റത്തിൽ km²/m² എന്ന് എഴുതാം. അപ്പൊ നെഗറ്റീവ് ഫ്ലക്സും വരുന്നു ഞാൻ പറഞ്ഞത്. ഫ്ലക്സ് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഫ്ലക്സും ഉണ്ടാവും, കാരണം സ്കലാർ പ്രൊഡക്റ്റ് ആണ്. സ്കലാർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിള് അക്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഈക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിള് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, കാരണം കോസ് θ നെഗറ്റീവ് വരാം, കോസ് θ പോസിറ്റീവ് വരാം. അതൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ അറിയണം. സ്കലാർ പ്രൊഡക്റ്റ് എടുക്കാൻ അറിഞ്ഞിരിക്കണം ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാണ് നിങ്ങൾ കട്ടായി പോയ സ്ഥലത്ത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലറിയുണ്ടാവണം. ഫോർമുല E A cos θ ഉപയോഗിക്കാനും അതേപോലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും അറിയാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു തിയറത്തിലേക്ക് പോവുകയാണ്. ഗോസ് എസ് ഇല്ലാതെ ഉപ്പില്ലാണ്ട് കഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഗോസസ് തിയറം ഇല്ലാത്ത സെക്കൻഡ് ഇയർ എക്സാം ഇല്ല. അത് ക്വാർട്ടർലി ആയിക്കോട്ടെ, ഹാഫ് ഇയർലി ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, 100% ഗ്യാരണ്ടി ഗോസസ് തിയറം സ്റ്റേറ്റ്മെന്റും അതിന്റെ ഒരു അപ്ലിക്കേഷനും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ അപ്ലിക്കേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കും എന്താണെന്നുള്ള കാര്യം. ഇപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഗോസസ് തിയറം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണെന്നാണ് ആദ്യം പറയാം, പിന്നെ അത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് കാണാനുള്ള തിയറമാണ്, ലോ ആണ്, പ്രിൻസിപ്പിൾ ആണ് ഗോസസ് തിയറം. എന്ത് കാണാനാ? ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ. ആരുടെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ? നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ വെറുതെ സർഫസിനെ പറഞ്ഞുള്ളൂ. ക്ലോസ്ഡ് സർഫസ്. ആരാ ക്ലോസ്ഡ് സർഫസ്? നിങ്ങളിപ്പോ ഒരു റൂമിലാണ് ഇരിക്കുന്നെങ്കിൽ ദാറ്റ് റൂം ഈസ് എ ക്ലോസ്ഡ് സർഫസ് അല്ലേ? നിങ്ങൾക്ക് ചുറ്റും ചുമരുകളില്ലേ? ആ ചുമരുകൾ ഇങ്ങനെ തുടങ്ങിയോടത്തേക്ക് ഇങ്ങനെ തിരിച്ചെത്തുന്നില്ലേ? സോ ദാറ്റ് ഈസ് എ റൂം. നിങ്ങളുടെ വീട്ടിലെ റൂം ആണെങ്കിലും നിങ്ങളുടെ ക്ലാസ് റൂം ആണെങ്കിലും ഞാൻ നിൽക്കുന്ന റൂം ആണെങ്കിലും ഒക്കെ അതൊരു ക്ലോസ് ഞാൻ നിൽക്കണം തിരിച്ചെത്തി. ക്ലോസ്ഡ് സർഫസ്. സിലിണ്ടർ ഈസ് എ ക്ലോസ്ഡ് സർഫസ്. സ്ക്വയർ ഫേസുകൾ ചേർന്നാണ്. 6 ഫേസുകൾ ഉണ്ട്, 6 സ്ക്വയറുകൾ ചേർന്നിട്ടല്ലേ ഒരു ക്യൂബ് ഉണ്ടാവുക. ആ ക്യൂബ് എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസാ. ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടോ? ക്ലോസ്ഡ് സർഫസാ. നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ടുവന്നുള്ള ഒരു പെട്ടി, TV കൊണ്ടുവന്ന ഇതൊക്കെ എന്താ? ക്ലോസ്ഡ് സർഫസാ. നിങ്ങളുടെ ക്ലാസ് റൂം ക്ലോസ്ഡ് സർഫസാ. എന്താണ് ക്ലോസ്ഡ് സർഫസ് എന്നുള്ള കാര്യം മനസ്സിലായി. തുടങ്ങിയോടത്തേക്ക് എത്ര ഒരുപാട് സർഫസുകൾ ചേർന്നിട്ട്. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസിലെ ആകെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള തിയറമാണ് ഗോസസ് തിയറം. എന്തിനാണെന്ന് മനസ്സിലായി. ക്ലോസ്ഡ് സർഫസിന്റെ ആകെ ഇലക്ട്രിക് ഫ്ലക്സ്. ആ ക്ലോസ്ഡ് സർഫസിൽ ആകെ ഉള്ളിലിരിക്കുന്ന ചാർജ് Q ആണെന്ന് കരുതുക. ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. പല സൈസിലാണ്. വലിയ ക്ലാസ് റൂമും ചെറിയ ക്ലാസ് റൂമും, ചെറിയ സ്ഫിയറും വലിയ സ്ഫിയർ, സിലിണ്ടറും ചെറിയ. ഇതിന്റെ ഉള്ളിലുള്ള ചാർജ്, കുറെ ചാർജുകൾ Q ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആകെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആകെ ചാർജ് ലെറ്റ് ഇറ്റ് ബി Q. ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ക്ലോസ്ഡ് സർഫസിന്റെ ഏരിയ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, എന്ത് ഷേപ്പ് വേണമെങ്കിൽ ആയിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ. അപ്പൊ എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല, എത്ര വലുതായാലും കുഴപ്പമില്ല, എത്ര ചെറുതായാലും കുഴപ്പമില്ല. സൈസും ഷേപ്പ്. ക്ലോസ്ഡ് സർഫസിലെ ആകെയുള്ള ചാർജ്, നെറ്റ് ചാർജ് Q. ഇതിരിക്കുന്നത് ഫ്രീ എയറിലാണെന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജാണ് നമ്മൾ പറഞ്ഞിട്ട്. സർഫസിന്റെ പുറത്ത് പല ചാർജുകളും ഉണ്ടാവും. അപ്പൊ നിങ്ങളാണ് ചാർജ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള കുട്ടിയാണ്. ഇപ്പൊ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. പോസിറ്റീവ് കുട്ടി, നെഗറ്റീവ് കുട്ടിയൊക്കെ ഉണ്ട്, ആൺകുട്ടി പെൺകുട്ടിയൊക്കെ ഉണ്ട്. സോ ഒക്കെ കൂട്ടി ആകെ ഒരു ചാർജ് ഉണ്ടാവും ക്ലാസ് റൂമിന്റെ ഉള്ളിൽ. വരാന്തയിൽ കുറെ ആൾക്കാർ പുറത്തു പോയി നിൽക്കുന്നുണ്ടാവും. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലെ ചാർജാണ് പറയുന്നത്. ആ ഉള്ളിലുള്ള ആകെ ചാർജാണ് Q. എൻക്ലോസ്ഡ് ആണ്, പുറത്തല്ല. അപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസ്, ആ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള ആകെ ചാർജ്, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് Q ആണ്. ഈ സ്പേസ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറയാം. Phi is equal to നമ്മൾ വരുന്നു E.ds. ഇങ്ങനെയാണ് ജനറൽ ഫോർമുല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് EA cos θയിലേക്കൊക്കെ നമ്മൾ പോയത്. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അത് തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. പക്ഷെ ഇത് മാത്തമാറ്റിക്കൽ ഫോർമുല എങ്ങനെയാണ്? ഇന്റഗ്രൽ E.ds അതാണ് ഫ്ലക്സ്. ഈക്വൽ ടു പറഞ്ഞത് എത്രയേ ഉള്ളൂ? 1/ε0 ടൈംസ്. ഇതാണ് ഗോസസ് തിയറം.
ഫ്ലക്സ് കാണാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല എഴുതി 1/ε0 Q. ഇത് മാത്തമാറ്റിക്സ് നേരത്തെ പറഞ്ഞ സാധനം ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത് 1/ε0 Q. എന്താ ε0 വരാൻ കാരണം? വീണ്ടും പറഞ്ഞു, ആ ക്ലോസ്ഡ് സർഫസ് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. എന്താണ് Q? ആ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള എൻക്ലോസ്ഡ് ആയ ആകെ ചാർജാണ്, നെറ്റ് ചാർജ്. പുറത്തുള്ളതല്ല, എല്ലാം കൂടി കൂട്ടിയ ആകെ ചാർജാണ്. ഉള്ളിലുള്ള എല്ലാ ചാർജുകളും കൂടി കൂട്ടിയ നെറ്റ് ചാർജ്. അപ്പൊ നമുക്ക് ഈ വാചകത്തിലേക്ക് പോവാം. എന്താണ് ഗോസ്സ് തിയറം? ഈ ഇക്വേഷൻ മനസ്സിൽ വെക്കുക. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആരുടെ? ഓവർ എനി ക്ലോസ്ഡ് സർഫസ്. എനി ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല, എന്ത് ഏരിയ ആയാലും കുഴപ്പമില്ല. ഇതിൽ ഏരിയയും വന്നിട്ടില്ല, ഷേപ്പും വന്നിട്ടില്ല, ഒന്നുമില്ല. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് കണ്ടീഷൻ ഇൻ ഫ്രീ സ്പേസ്, അപ്പോഴാണ് ε0. ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് പെരുക്കാൻ 1/ε0 ടൈംസ് ആരെന്നെ പെരുക്കണ്ടത്? ദ നെറ്റ് ചാർജ്. ഈ Q എന്താണ്? ചാർജ് എന്ന് എഴുതരുത്, തെറ്റാണ്. കുറെ ചാർജുകൾ ഉണ്ടാവും, പ്ലസും മൈനസ് ഒക്കെ ഉണ്ടാവും, ഒക്കെ കൂടി കൂട്ടണം. നെറ്റ് ചാർജ് എവിടെയുള്ള ചാർജാ പറഞ്ഞത്? ക്ലോസ്ഡ് സർഫസിന്റെ പുറത്തുള്ളവരെ കൺസിഡർ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പൊ ചാർജ് നെറ്റ് ചാർജ് ആണ്, അത് സർഫസിന്റെ ഉള്ളിലുള്ളതാവണം, അതാണ് എൻക്ലോസ്ഡ് ആണ്. ഫ്രീ സ്പേസിലാണെങ്കിലാണ് 1/ε0 ടൈംസ് ക്ലോസ്ഡ് സർഫസ് ആവണം. അപ്പൊ ഒന്നുകൂടി വാചകം പറയാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇപ്പൊ തന്നെ ബൈഹാർട്ട് പഠിച്ചോളൂ. ഈ ബൈഹാർട്ട് പഠിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കിങ്ങനെ മിസ്സിംഗ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. 1/ε0 Q. ഒന്ന് വേണമെങ്കിൽ വൃത്തിയാക്കി എഴുതാൻ, നെറ്റ് എന്ന് ഇവിടെ എഴുതിയാൽ സംശയങ്ങളൊക്കെ തീരും. ആ Q എന്ന് കണ്ട കുറെ ക്യൂകളൊക്കെ ഉണ്ടാവും, പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. അപ്പൊ Q നെറ്റ് ആണ്, നെറ്റ് ചാർജ്. ഇനി എങ്ങനെയാണത്? ഒന്നുകൂടി ഞാൻ ബ്രാക്കറ്റ് എഴുതാം, എൻക്ലോസ്ഡ് ആണ്. ഇത് എപ്പോഴും മനസ്സിൽ വെക്കണം. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നമുക്ക് ഇനി അതിന്റെ കൺഫ്യൂഷൻ ഒക്കെ മനസ്സിലാവും. എന്ത് ഷേപ്പ് വേണമെങ്കിൽ സർഫസ് ആയിക്കോട്ടെ, ഞാൻ സ്ഫിയർ എന്നൊന്നും പറഞ്ഞില്ല, എന്ത് ഷേപ്പ് വേണമെങ്കിൽ, എന്ത് ഏരിയ ആണെങ്കിൽ, ഇത് വലുതോ ചെറുതൊക്കെ ആവും. അതിനേക്കാളും ചെറിയൊരു വേറെ ഷേപ്പ് ഉള്ള ഒരു സാധനം. ഇതിന്റെ ഉള്ളില് ഒരു +Q ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു +Q ഉണ്ട്, -Q ഉണ്ട്. ഓക്കെ, പുറത്തായിട്ട് ഇതാ ഇവിടെ ഒരു 2Q ഇരിക്കും. ഇയാളുടെ പുറത്തായിട്ട് ഒരു 3Q മൈനസ് ഇരിക്കും. ഇതിനെ മാത്രം നോക്കാട്ടെ. ആദ്യം ഫസ്റ്റ് സർഫസ് S1, ഇത് വേറെ ഏതൊരു സർഫസ് ആണ് S2. S1ന്റെ കാര്യം നോക്കുക. S1ന്റെ ഉള്ളില് ഒരു +Q ഉണ്ട്, പുറത്ത് +2Q. ഇപ്പൊ പഠിച്ച ഗോസ്സ് തിയറം നേരെ അപ്ലൈ ചെയ്താൽ ഈ സർഫസിന്റെ ഏരിയ എന്തായാലും കുഴപ്പമില്ല, ഷേപ്പ് എന്തായാലും കുഴപ്പമില്ല. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് നിങ്ങൾ എഴുതുക? 1/ε0 ടൈംസ് എയർ ആണെന്ന് ആദ്യം അറിയണം, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. 1/ε0 ടൈംസ് നെറ്റ് ചാർജ്. ഇതിന്റെ ഉള്ളിലുള്ള ആകെ ചാർജ് എത്രയാ? Q തന്നെയുള്ളൂ. ഈ +2Q എടുക്കണം, രണ്ടും കൂടി കൂട്ടാൻ പാടുമോ? ഇല്ല, കാരണം എന്താ? ഇത് പുറത്താണ്, ഈ സർഫസിന്റെ പുറത്താണ്. അതുകൊണ്ട് ഉത്തരം 1/ε0 Q മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാളുടെ ഇലക്ട്രിക് ഫ്ലക്സ് S1ന്റെ ഇലക്ട്രിക് ഫ്ലക്സ് 1/ε0 Q. മനസ്സിലായി? ഇനി ഒന്നുകൂടി മനസ്സിലാക്കുക, അവിടേക്ക് വരിക. ഇവിടെ ഉള്ളിൽ +Q ഉണ്ട്, -Q ഉണ്ട്. S2 എന്ന് പറഞ്ഞ സർഫസ് ചെറുതാണ്, ഏരിയ ഒക്കെ ചെറുതാണ്. പുറത്ത് -3Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഈ ആളുടെ ഫ്ലക്സ് എത്രയായിരിക്കും? 1/ε0 ടൈംസ് എയർ തന്നെയാണ് വിചാരിക്കുക, ഇവിടെ എയർ ആണെന്ന് വിചാരിക്കുക. 1/ε0 ടൈംസ് നെറ്റ് ചാർജ്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്, പുറത്തുള്ള ചാർജിനെ നോക്കേണ്ട, ഉള്ളിലുള്ളത് ഒരു +Q ഉണ്ട്, ഒരു -Q ഉണ്ട്. Q -Q എത്രയാ? 0. സോ ഫ്ലക്സ് 0. ഈ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ് ചെയ്തത്. ഓക്കെ, ഇതാ വേറൊരു സർഫസ്, എന്ത് ഷേപ്പ് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ സ്ഫിയറിന്റെ ഷേപ്പ് വെച്ചു. ഇവിടെ ഉള്ളത് ഒരു +Q, ഒരു -Q, ഇതൊക്കെ പോയിന്റ് ചാർജുകളാണ് വിചാരിച്ചു. പിന്നെ ഇതാ ഒരു -Q കൂടി ഉണ്ട്. ഇങ്ങനെ പുറത്ത് ഇവിടെ ഒരു +Q. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്? S3 എന്നുള്ള പേരായിട്ട് വിളിക്കാം. ഈ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? 1/ε0. എങ്ങനെയാണെങ്കിൽ എയർ ആണെങ്കിൽ. എയർ അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു εr കൂടി ഇവിടെ കിടക്കും. എവിടെ ε0 ഉണ്ട്, അതിന്റെ ഒപ്പം εr ഇടാൻ ഓർമ്മിക്കുക. അത് εr ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദാറ്റ് മീഡിയം. ഇപ്പൊ നമ്മൾ എയർ ആയി പറഞ്ഞുകൊണ്ട് ε0 മാത്രം. 1/ε0 നെറ്റ് ചാർജ് Q നെറ്റ് എൻക്ലോസ് ഉള്ളിൽ വരികയാണ്. അപ്പൊ പുറത്തുള്ളവരെ നമ്മൾ പരിഗണിക്കണ്ട. ഈ സർഫസിന്റെ ഉള്ളില് ഒരു പ്ലസ്, ഒരു മൈനസ്, ഒരു മൈനസ്. അപ്പൊ ഒരു Q ഉണ്ട്, -2Q ഉണ്ട്, +Q -2Q. മൊത്തം ഉത്തരം എത്ര? -Q വരും. ഇത് വെട്ടിപ്പോയി, ബാക്കി -Q. സോ ഉത്തരം ഇൻറ്റു -Q. -Q/ε0. ഇതാണ് ഫ്ലക്സ്. പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ഫ്ലക്സ് എന്ന് പറയും. ഒരു സർഫസിനെ തുളച്ച് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ഫ്ലക്സ് ആണ്. ഒരു സർഫസിനെ തുളച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്കാണ് കയറുന്നതെങ്കിൽ നെഗറ്റീവ് ഫ്ലക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, ഇവിടെ +Q ആണ്.
പ്ലസ് ക്യൂവിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്കല്ലേ പോവുക. അതാണ് ഇവിടുത്തെ ഫ്ലക്സ് പോസിറ്റീവായി വന്നത്. ഇവിടെ ആകെ ചാർജ് വന്നപ്പോൾ നെഗറ്റീവ് ചാർജാണ് കിട്ടിയത്. ആകെ ചാർജ് വന്നപ്പോൾ നെഗറ്റീവ് ചാർജാണ് കിട്ടിയത്, മൈനസ് ക്യൂ അല്ലേ കിട്ടിയത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫ്ലക്സ് വന്നത്. എന്താ അതിനർത്ഥം? ഉള്ളിലേക്കാണ് ആകെ ലൈൻസ് ഓഫ് ഫോഴ്സ്, പുറത്തേക്ക് പോയതിനേക്കാൾ കൂടുതൽ ഉള്ളിലേക്ക് വന്നു അർത്ഥം. ഇവിടെ എന്തേ പൂജ്യം ചെയ്ത്? പ്ലസ് ക്യൂ കാരണം പുറത്തേക്ക് പോയി, മൈനസ് ക്യൂ കാരണം ഉള്ളിലേക്ക് വന്നു. രണ്ടും കൂടി കൂട്ടിയപ്പോൾ പൂജ്യം. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് പൂജ്യമായി. ഇവിടെ മൈനസ് ക്യൂ ആണ് കൂടുതൽ വന്നത്, അതുകൊണ്ട് ഉള്ളിലേക്കുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഇവിടെ പ്ലസ് ക്യൂ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ പുറത്തേക്കാണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് വന്നത്. അപ്പൊ പോസിറ്റീവ് ഫ്ലക്സ് മീൻസ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഗോയിങ് ഔട്ട്വേർഡ്സ്, ആ സർഫസ് നിന്ന് പുറത്തേക്ക് പോവാണ്. നെഗറ്റീവ് ഫ്ലക്സ് മീൻസ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ കമ്മിങ് എൻറ്ററിങ് ദ സർഫസ്, ഉള്ളിലേക്കാണ്. അർത്ഥം മനസ്സിലാക്കുക വിചാരിക്കുക. അപ്പോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഷേപ്പിനായിട്ട് ബന്ധമില്ല. അപ്പൊ ഞാൻ ഗോസസ് തിയറത്തിനെ ഒന്നും കൂടി പറയാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through any closed surface in free space is equal to 1/epsilon 0 times net charge enclosed by the surface. Phi ആണുള്ള ഫോർമുലയാണ് ഇന്റഗ്രൽ E dot ds. അതെന്താണെന്ന് പറഞ്ഞത്? 1/epsilon 0 q net enclosed ആണ്. 2-3 പോയിന്റ്സ് ട്രൂ ഓർ ഫോൾസിൽ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞു പല ഷേപ്പിൽ ഞാൻ വരച്ചു. ഗോസസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഓൾ സൈസ് ആൻഡ് ഷേപ്ഡ് ഏരിയാസ്. So Gauss's theorem is independent of shape and size of the closed surface. Closed surface ആവണമെന്നേ പറഞ്ഞുള്ളൂ. ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പിനായിട്ടും സൈസിനായിട്ടും Gauss's theorem വന്നില്ല. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ട്രൂ ഓർ ഫോൾസിൽ പറയും. This is true. Gauss's theorem is independent of shape and size of the closed surface. അത് സ്ഫെറിക്കൽ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഷേപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ രൂപത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിക്കോട്ടെ, ഒരു ക്യൂബിന്റെ ഷേപ്പിലായിക്കോട്ടെ, എന്താണെങ്കിലും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് യൂഷ്വലി അപ്ലിക്കബിൾ ടു സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് അടുത്ത ചോദ്യം. സിമെട്രിക് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. എന്താ സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരേപോലെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ചില സ്ഥലത്ത് ചാർജ് കൂടുതൽ, ചില സ്ഥലത്ത് ചാർജ് കുറവ്, അങ്ങനെ വരാൻ പാടില്ല. അത് അസിമെട്രിക് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ബെഞ്ചിൽ 4 ആൾക്കാരുണ്ട്, അടുത്ത ബെഞ്ചിൽ 4 ആൾക്കാരുണ്ട്, അടുത്ത ബെഞ്ചിൽ 4 ആൾക്കാരുണ്ട്. അപ്പൊ ക്ലാസ് റൂമിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെന്ന് പറയും. എല്ലാ ബെഞ്ചിലും 4. ഇതാണ് സിമെട്രിക്. നിങ്ങൾ ആരാണ്? ചാർജുകളാണ്. അതേ സമയത്ത് നിങ്ങൾ ഒരു ബെഞ്ചിൽ 2 ആൾക്കാർ, അടുത്ത ബെഞ്ചിൽ 6 ആൾക്കാർ, അടുത്ത ബെഞ്ചിൽ 3 ആൾക്കാർ, അടുത്ത ബെഞ്ചിൽ 5 ആൾക്കാർ, ഇങ്ങനെ തോന്നിയ പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പറയാ? അസിമെട്രിക് ആണ്. അപ്പൊ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിലാണ് ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് ഓർമ്മിക്കണം. അപ്പൊ ഗോസസ് തിയറം ഈസ് അപ്ലിക്കബിൾ ടു അസിമെട്രിക് അല്ലെങ്കിൽ ഓൾ ടൈപ്പ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. ഗോസസ് തിയറം ഈസ് അപ്ലിക്കബിൾ ടു സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് ട്രൂ. മറ്റോടത്ത് പറഞ്ഞത് ഗോസസ് തിയറം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, ഇവിടെ 1/epsilon 0 q എന്ന് എഴുതിയപ്പോ ഇവിടുത്തെ ഏരിയയും വന്നില്ല, ഷേപ്പും വന്നില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോ ഇതാ ഇവിടെ ഒരു പ്ലസ് ക്യൂ ഇരിക്കുക. 2 സർഫസുകൾ ഞാൻ കാണിച്ചു, S1 ആൻഡ് S2. S1 ഇലക്ട്രിക് ഫ്ലക്സും S2 ഇലക്ട്രിക് ഫ്ലക്സും കാണാൻ പറഞ്ഞ എത്രയാ? S1 ഉള്ളിലും 1/epsilon 0 ഒരു ക്യൂ മാത്രമേ ഉള്ളൂ, S2 ഉള്ളിലും ആ ക്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടെണ്ണത്തിലെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? 1/epsilon 0 q ആണ്. മനസ്സിലാവുണ്ടോ? S2 വലിയ സർഫസ് വിചാരിച്ചിട്ട് ഫ്ലക്സ് ഒന്നും കൂടിയിട്ടില്ല, S1 ചെറിയ സർഫസ് വിചാരിച്ചിട്ട് ഫ്ലക്സ് ഒന്നും മാറിയിട്ടില്ല. അതിനുള്ളിൽ 2 ആൾക്കാരുടെ ഉള്ളിൽ തന്നെയാണ് പ്ലസ് ടു അല്ലെ? S2 ഉള്ളിൽ തന്നെയാണ് പ്ലസ് ടു, S1 ഉള്ളിലാണ് പ്ലസ് ടു. അപ്പൊ സെയിം ആണ്. അപ്പൊ ഇറ്റ് ഈസ് നീ ഷേപ്പ് ഇങ്ങനെ ഒന്നാക്കില്ല, ഒരു ക്യൂബിന്റെ ഷേപ്പിലാക്കി, അപ്പോഴും ഇലക്ട്രിക് ഫ്ലക്സ് സെയിം ആണ്. അപ്പോ ഗോസസ് തിയറം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ക്ലോസ്ഡ് സർഫസ്, ബട്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാലേ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി ഇതിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കഴിഞ്ഞ 2018-ലും 2019-ലും റിപ്പീറ്റ് ചെയ്ത ചോദ്യം ഞാൻ പറയാം. ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 2 സർഫസുകൾ കാണിച്ചു, നേരത്തെ ചിത്രം കാണിച്ച പോലെ. ദിസ് ഈസ് S1, അതിന്റെ പുറത്ത് വേറൊരു സർഫസ് കാണിച്ചു S2. ഇവിടെ ഒരു +2q ഉണ്ട്, ഇവിടെ ഒരു +q ഉണ്ട്. ഇങ്ങനെയാണ് കാണിച്ചത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് S2 ടു S1? S2ന്റെ ഇലക്ട്രിക് ഫ്ലക്സും S1ന്റെ ഇലക്ട്രിക് ഫ്ലക്സും തമ്മിലുള്ള റേഷ്യോ പറയുക. നമുക്ക് വേഗം എഴുതാം. S2ലെ ഇലക്ട്രിക് ഫ്ലക്സിനെ ϕ2 എന്ന് വിളിച്ചോ, ഈക്വൽ ടു 1/epsilon 0 ടൈംസ് എയർ ആണെന്ന് വിചാരിക്കും. മൊത്തം എത്ര ചാർജ് ഉണ്ട്? S2ന്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട്? ഒരു +q ഉണ്ട്, ഒരു +2q ഉണ്ട്. ഇതൊക്കെ S2ന്റെ ഉള്ളിലാണ്. അപ്പൊ മൊത്തം 3q. ഓക്കെ, 1/epsilon 0 3q. ϕ1 എത്ര ആയിരിക്കും വരിക? നിങ്ങൾക്ക് തന്നെ വേഗം എഴുതാം. S1 എന്നുള്ള സർഫസിന്റെ ഉള്ളിൽ ഈ q ഉണ്ടാവും, ഈ q പുറത്താണ്, ഇതിന്റെ ഉള്ളിലുള്ളത് ഈ +2q മാത്രമേ ഉള്ളൂ. ഉത്തരം 1/epsilon 0 2q. സോ ആൻസർ ഈസ് ϕ2 is to ϕ1 equal to 1/epsilon 0 q ഒക്കെ കോമൺ ഫാക്ടർ ആണ്, 3:2. ഓക്കെ, S2ലെ S1ന്റെയും ഫ്ലക്സിന്റെ റേഷ്യോ 3:2. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഈ ഫോർമുല റേഷ്യോ കാണാൻ പറഞ്ഞാണ് പരീക്ഷയ്ക്ക്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം.
ഇനി ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. An electric dipole is placed in a sphere. ഒരു സ്ഫിയറിന്റെ ഉള്ളില് ആ സ്ഫിയറിന്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ടോ? ആ റേഡിയസ് എന്ത് വേണമെങ്കിൽ ആവട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇതിനുള്ളിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇരിക്കുന്നുണ്ട്, ഒരു +q -q. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് ദിസ് സ്ഫിയർ? ഈ സർഫസിന്റെ ഈ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? മൊത്തം ചാർജ് എത്രയാ? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ +q -q കൂടി കൂട്ടിയാൽ 0 ആയി. സോ phi is equal to 1/epsilon 0 times q - q, that's equal to 0. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ ആണ് ഒരു ക്ലോസ്ഡ് സർഫസ്, എന്ത് ഷേപ്പ് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഉള്ളിലിരിക്കുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആ ക്ലോസ്ഡ് സർഫസിൽ 0 ആയിരിക്കും. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ്, കണ്ടാ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഒരു ഹെമിസ്ഫിയർ, ഫുൾ സ്ഫിയർ ഇല്ല, ഹെമിസ്ഫിയർ, വേറൊരു ഹെമിസ്ഫിയർ. ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് r1, ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് r2. ഇവിടെ സെൻട്രലായിട്ടൊരു +q ഇരിക്കുന്നു. S1 S1ന്റെ S2ന്റെ ഇലക്ട്രിക് ഫ്ലക്സ് പറയുക. ഈ Q ഈ S1ന് അവകാശപ്പെട്ടതാണ്, അയാളുടെ ഇലക്ട്രിക് ഫ്ലക്സ് 1/epsilon 0. ഈ Q ഈ സർഫസിനും അവകാശപ്പെട്ടതാണ്, അതിന്റെ ഫ്ലക്സ് 1/epsilon 0. അപ്പോ റേഡിയസ് മാറി എന്നുള്ളതൊന്നും ഫ്ലക്സിന്റെ മാറ്റമില്ല, രണ്ടാ കാര്യം ഫ്ലക്സ് സെയിം ആണ്, 1/epsilon 0 Q. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഇനി NCERT ഉള്ള മറ്റൊരു ചോദ്യം, കുറച്ച് സ്പീഡിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒക്കെ എളുപ്പമുള്ളൂ. നമുക്ക് ആ ബേസിക് കൺസെപ്റ്റ് കിട്ടിയാൽ ഇതൊക്കെ സിമ്പിൾ ആയി. NCERT ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെ. ഒരു ക്യൂബിനെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ? ഈ ക്യൂബിന്റെ ഉള്ളില് ഒരു ചാർജ് ഇരിക്കുന്നു. ക്യൂബിന്റെ ഇൻസൈഡിലെ സെന്ററിലാണ് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുന്നത്, +q തന്നെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എത്ര? ഫ്ലക്സ് ത്രൂ എനി വൺ ഫേസ്, ഏതെങ്കിലും ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്. മൊത്തം ഫ്ലക്സ് എത്രയായിരിക്കും? ഈ ക്യൂബിന്റെ മൊത്തം ഫ്ലക്സ് ക്ലോസ്ഡ് സർഫസ് ആണ്, 1/epsilon 0 Q ആണ്, അല്ലെ? ക്ലോസ് ഓഫ് ആണ്. അത് എത്ര ഫേസിലൂടെ കടന്നു പോവുക? മൊത്തം എത്ര ഫേസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഫേസിലൂടെയാണ് ഈ മൊത്തം ഫ്ലക്സ് കടന്നു പോകുക. പരീക്ഷയ്ക്ക് ചോദിച്ചത് മൊത്തം ഫ്ലക്സ് അല്ല, ഏതെങ്കിലും ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആണ്. അപ്പൊ മൊത്തം ഫ്ലക്സിന്റെ 6-1 എല്ലാത്തിലൂടെ ഒരേപോലെ പോകാൻ സെന്ററിലായിരിക്കും. സോ 1 ഏതെങ്കിലും ഒരു ഫേസ് കൂടെ ഉള്ള ഫ്ലക്സ് 1/6 ഓഫ് 1/epsilon 0 പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1/6 ഓഫ് 1/epsilon 0 Q. സെന്ററിൽ, ക്യൂബിന്റെ സെന്ററിലാണ് നമ്മളെ പോസിറ്റീവ് ചാർജ് +q ഇരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആകെ ഫ്ലക്സിന്റെ 6-1 ആകെ ഫ്ലക്സ് 1/epsilon 0 Q ആണ്. അപ്പൊ അതിന്റെ 6-1 1/6 ഓഫ് 1/epsilon 0 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ ഗോസസ് തിയറത്തിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ്. പ്രോബ്ലം ചോദിക്കുകയാണെങ്കിലോ നമ്മൾ പ്രോബ്ലം ആയിട്ടൊന്നും ചെയ്തില്ല. A sphere of radius r equal to, ഒരു സ്ഫിയറിന്റെ റേഡിയസ് 10 cm ആണ്. It is enclosed. A point positive charge is at the center of the sphere. Its value is 1 microcoulomb. That's equal to 10⁻⁻⁶ coulomb. Plus ആണ്. What is the flux of that sphere? ആ സ്ഫിയറിന്റെ ഫ്ലക്സ് എത്ര? റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. നേരെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. phi is equal to 1/epsilon 0. അപ്പൊ ഇത് തന്നിട്ട് നിങ്ങൾ ഇനി ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾ മിസ്ഡയറക്റ്റഡ് ആയി പോകും. നിങ്ങൾക്ക് ആ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ചാർജ് ആണോ എന്ന് മാത്രമേ നോക്കേണ്ടത്. സെന്ററിലായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല. ആ ഉള്ളിലുള്ള ചാർജ് Q തന്നിട്ടുണ്ടെങ്കിൽ, ഫ്രീ സ്പേസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈക്വൽ ടു 1/8.85 into 10⁻⁻12 ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനം. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി 8.85 into 10⁻⁻12. 9 into 10⁻⁹ ഒന്നും ഇവിടെ കൊടുക്കാൻ പാടില്ല, അത് 1/4 epsilon 0 ആണ്. ഇവിടെ 1/epsilon 0 8.85 into 10⁻12 into Q എത്രയാ? 10⁻⁻6. അത്രയും എന്താണ് ഫ്ലക്സിന്റെ യൂണിറ്റ്? വോൾട്ട്. അപ്പൊ ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് നേരത്തെ E into A into cos θ ഒക്കെ കണ്ടു നിങ്ങൾ. അവിടെ എവിടെയും ചാർജിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇലക്ട്രിക് ഫീൽഡും ഏരിയയും അവർക്കിടയ്ക്കുള്ള ആംഗിളിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് പറയുകയും അതിന്റെ ഉള്ളിലുള്ള ചാർജിനെ കുറിച്ച് ധാരണ തരികയും ചെയ്താൽ നിങ്ങൾ EA cos θയിലേക്ക് ഒന്നും പോണ്ട, നേരെ ഗോസസ് തിയറത്തിലേക്ക് പോവാ. ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ 1/epsilon 0 times നെറ്റ് ചാർജ് enclosed by the surface. ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് ഓർമ്മിച്ചോ. Total electric flux through any closed surface in free space is equal to 1/epsilon 0 times net charge enclosed by the surface. ഒരുപാട് പ്രോബ്ലങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഓർമ്മയിൽ വെക്കണം, ഇതൊക്കെ നോട്ടിൽ ഉണ്ടാവും. കൂടാതെ ഞാൻ അതിന്റെ ഒരു പ്രൂഫ് ചെയ്തിട്ട് നമുക്ക് ഊണിക്കാൻ പറ്റും. ഊണിലുള്ള വിളി അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. 2 മിനിറ്റ് 5 മിനിറ്റ് പ്രൂഫാണ് കേട്ടോ. ഗോസസ് തിയറത്തിന്റെ പ്രൂഫിലേക്ക് പോവാണ്. കൺസിഡർ, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ്, റെഗുലർ ഷേപ്പുള്ള ആളെ എടുക്കണം. സ്ഫിയർ
ആ സ്ഫിയറിന്റെ റേഡിയസ് ഓക്കെ, അതിന്റെ സെന്ററിൽ ഒരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്നൊക്കെ കുളൂംസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോയിന്റ് ചാർജിനാണ്. അപ്പോൾ പോയിന്റ് ചാർജ് ആണ് പ്ലസ് ക്യൂ വെച്ചിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? അതിന്റെ സെന്ററിലാണ്. നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്, ഗോസസ് തിയറം പ്രൂവ് ചെയ്യാൻ പോവാണ്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഈ സ്ഫിയറിന്റെ ടോട്ടൽ ഫ്ലക്സ് 1/ε0 ക്യൂ ആണെന്ന് കിട്ടുമെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പന്തായിട്ട് തന്നെ സങ്കല്പിച്ചോ, നിങ്ങളൊരു പന്ത്. ആ പന്തിന്റെ മുകളിലുള്ള ഒരു പി എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ. ആ പിക്ക് ചുറ്റും ഞാനൊരു ചെറിയ ഏരിയ എടുത്തു, അതാണ് ഡി എസ്. ഓക്കെ, പ്രോസസ് തിയറം അപ്ലൈ ചെയ്യാൻ, ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രോസസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ. അപ്പോ പന്തിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ തുന്നി പിടിപ്പിച്ച ചെറിയ 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 സ്ക്വയറുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെറിയ സ്ക്വയർ ആണ് ഡി എസ്. ഈ പ്ലസ് ക്യൂ കാരണം ഈ പോയിന്റിൽ എത്ര ദൂരത്താണ്? 6 ദൂരത്താണ്. എത്രയോ ഇലക്ട്രിക് ഫീൽഡ്? ആ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കും. ആ ഇന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് നേരെ പുറത്തേക്ക്. പോയിന്റ് ചാർജ് ആണ്, പോയിന്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നേരെ പുറത്തേക്ക് അല്ലെ. അപ്പൊ ഇവിടെയാണെങ്കിലോ നേരെ പുറത്തേക്ക്, ഇവിടെയാണെങ്കിലോ നേരെ പുറത്തേക്ക്, ഇവിടെയാണെങ്കിലോ നേരെ പുറത്തേക്ക്. ഇവിടെയൊക്കെ അതേപോലത്തെ ഏരിയകൾ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെയൊക്കെ അതേപോലത്തെ ഡി എസ് ഏരിയകളുണ്ട്, അല്ലാണ്ട് അവിടെ മാത്രമല്ല. ഓക്കെ, ഇനി ആ ഏരിയയുടെ ഒരു നോർമൽ ഞാൻ വരയ്ക്കാൻ പോകും. ഏരിയ വെക്ടർ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിലേക്ക് വരും. ഈ ഡി എസ് എന്ന് പറയുന്ന ഏരിയയ്ക്ക് ഒരു നോർമൽ വരയ്ക്കുന്നു. അതും ഇങ്ങനെ തന്നെ വരിക. സോ ദിസ് ഈസ് ഡി എസ് എന്ന് പറയുന്ന വെക്ടറും അങ്ങനെ തന്നെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും അങ്ങനെ തന്നെ. ഡി എസ് ഈ ഏരിയക്ക് നോർമൽ ഇങ്ങനെ വരും. ഈ പന്തിനെ നിങ്ങൾ ഇങ്ങനെ 3 ഡയമെൻഷണൽ ആയിട്ട് തന്നെ കാണണം. അപ്പൊ ഏരിയയുടെ നോർമൽ ആണ് ഡി എസ് എന്ന് പറയുന്ന വെക്ടർ. ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ റേഡിയലി ഔട്ട്വേർഡ്സ് പുറത്തേക്ക് ആണ്. അപ്പൊ ഈക്ക് ഡി എസിന് അടുക്കുള്ള ആംഗിൾ എത്ര? 0 ഡിഗ്രിയോ അല്ലെ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഏരിയക്ക് നോർമൽ ആണ്. ഈ ഏരിയക്കൊക്കെ നോർമൽ അല്ലടോ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നോർമൽ, ഇലക്ട്രിക് ഫീൽഡ് നോർമൽ, ഇലക്ട്രിക് ഫീൽഡ് നോർമൽ. എന്താ ഞാൻ ഈ എഴുതാൻ കാരണം? ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കൊക്കെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. കാരണം ഒരേ ദൂരത്താണ്. ഈ പന്തിന്റെ മുകളിലേക്കൊക്കെ ഉള്ള ദൂരം സെന്ററിന് റേഡിയസ് ആണ്. അപ്പൊ ഇവിടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഡയറക്ഷൻ ഒക്കെ ആ സർഫസിന് നോർമൽ. അപ്പൊ നമ്മൾ നേരെ ഫോർമുലയിലേക്ക് പോവാണെങ്കിൽ phi equal to integral E dot ds. മുമ്പ് എഴുതിയ ഫോർമുല. That's equal to integral E ds cos 0 അല്ലെ. ഇയും ഡി എസും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആയതുകൊണ്ട്. സോ ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0 1 ആയി പോയി. സിമ്പിൾ. ഫ്ലക്സ് 0 ഒന്നല്ല, മാക്സിമം ഫ്ലക്സ് ആണ് ഇ ഇൻറ്റു ഡി എസ്. ഇനി ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. ഇത് മൊത്തം സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ ഡി എസുകളിലെയും ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മൊത്തം ഈ സ്ഫിയറിന്റെ ഫ്ലക്സ് കിട്ടും. അപ്പൊ ഈ എല്ലാ സ്ഥലത്തും സെയിം ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഒക്കെ സെയിം ആണ്. എന്താ സെയിം ആവാൻ കാരണം? ഈ പോയിന്റ് ചാർജിൽ നിന്ന് ഇവിടേക്കൊക്കെ ഉള്ള ദൂരം സെയിം ആണ്. എല്ലാ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാക്കിയത് പ്ലസ് ക്യൂ ആണ്. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് പോയി ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ്. വാട്ട് ഈസ് ഇന്റഗ്രൽ ഡി എസ്? ഈ ഡി എസും ഈ ഡി എസും ഈ ഡി എസും ഈ ഡി എസും ഇതിന്റെ സർഫസിലുള്ള എല്ലാ ചെറിയ ഏരിയകളും കൂടി കൂട്ടണം. മൊത്തം ഈ ഏരിയകളൊക്കെ കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? ആകെ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ കിട്ടും അല്ലെ. 6 റേഡിയസ് എങ്കിൽ മൊത്തം ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എല്ലാ ഡി എസുകളും കൂടി കൂട്ടിയാൽ എത്രയാണോ കിട്ടുക? ഇ ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ, ദാറ്റ് ഈസ് 4πr². ഓക്കെ, 6 റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr². That's equal to what is E? ഇനി നമുക്ക് ഇക്ക് കൊടുക്കാം. പ്ലസ് ക്യൂ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് കാരണം 6 ദൂരത്തുള്ള 6 ദൂരമാണ് ഈ സർഫസിലേക്കുള്ള ദൂരം, കാരണം സെന്ററിലാണ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല വേഗം വായിൽ വന്നോട്ടെ. 1/4πε0 Q divided by r². പോയിന്റ് ചാർജ് Q, 6 ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r². ഇവിടെ എന്താണെങ്കിൽ എയർ ആണെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. കാരണം ഈ സർഫസിലേക്കൊക്കെ ഉള്ള ദൂരം സെന്ററിൽ നിന്ന് R തന്നെയാണ്. സെന്ററിലാണ് നമ്മുടെ പോയിന്റ് ചാർജിനെ നമ്മൾ സങ്കല്പിച്ചത്. സോ 1/4πε0 Q/r² ആണ് ഈ ഇൻറ്റു 4πr². നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പോവാണ്. 4π വെട്ടിപ്പോയി, r² വെട്ടിപ്പോയി. സോ phi is equal to ബാക്കി എന്താണുള്ളത്? 1/ε0 ഉണ്ട്, ഒരു Q ഉണ്ട്. ആരായി? ഗോസസ് തിയറമായി. ഫ്ലക്സ് is equal to 1/ε0 times net charge enclosed by the surface. അപ്പൊ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഒരു പോയിന്റ് ചാർജ് ഒരു സ്ഫിയറിന്റെ സെന്ററിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. ആ സ്ഫിയറിന്റെ മുകളിൽ ഇതേപോലെ ചെറിയ 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 ഏരിയകളെ കണ്ടു. ആ ഏരിയയിലേക്കൊക്കെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്, ഒക്കെ നോർമൽ ആയിട്ടാണ്. ഏരിയയുടെ വെക്ടറും അതേ ഡയറക്ഷനിലാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഏരിയക്ക് നോർമൽ ആണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇ ഡി എസ് ആയി മാറി. ഈ പുറത്തേക്ക് എടുത്തു, കാരണം എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. കാരണം ഈ പോയിന്റ് ചാർജ് സെന്ററിലായിരിക്കുന്നത്, ദൂരം സെയിം ആണ്. ആ ഇക്ക് വരും 1/4πε0 Q/r² കൊടുത്തു. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ മൊത്തം സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ, എല്ലാ ഏരിയകളും കൂട്ടിയാൽ 4πr² കൊടുത്തു. അതിൽ 4πr² വെട്ടിപ്പോയാൽ ബാക്കി ഉണ്ടാവുക 1/ε0 Q. ദാറ്റ് ഈസ് ഗോസസ് തിയറം പ്രൂവ് ചെയ്തു. ഫ്ലക്സ് is equal to 1/ε0 നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോഴേക്കും നമ്മൾ കൊഴിഞ്ഞു പോയി. നോക്കി 89 ആയി. ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. 120 130 വരെ ആൾക്കാരുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കിത് ക്ലാസ് എന്നെക്കാളും തിരക്കാം നിങ്ങൾക്ക്. ആർക്ക് വേണ്ടിയിട്ടാന്നുള്ള കാര്യം അപ്പോഴും മറന്നു പോവാ. ഓക്കെ, ഇരിക്കുന്ന ആൾക്കാരോട് ഒന്നും നമ്മൾ പാടിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ക്ഷമയോടുകൂടി ഫുൾ ടൈം ക്ലാസ് ഇരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അവർ അനുഭവിക്കുമ്പോൾ പഠിക്കും. പരീക്ഷയ്ക്കും കാര്യമായിട്ടൊന്നും എഴുതാനില്ല ആകുമ്പോൾ അത്ര പറയുള്ളൂ. ഞാൻ ക്ഷമിക്കണമെന്നില്ല. 1/ε0 Q എന്നുള്ള പ്രൂഫ് കിട്ടി. നോക്കൂ, ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു സർഫസ് ആണ് ഇത്. ഇങ്ങനെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതിനെ കുറിച്ചാണ്. ഗോസിയൻ സർഫസ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. ഇനി നമ്മളുടെ ഉദ്ദേശം ഈ ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. ആരൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ മുമ്പേ ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ, അതാണ് ഇവിടെ എഴുതിയത് 1/4 Q/r². രണ്ടാമത് ആരുടെ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഡൈപോളിന്റെ, അല്ലെ? ആക്സിയൽ ലൈനിലും ഇക്വിറ്റോറിയൽ ലൈനിലും ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ രണ്ട് കേസ് നമ്മൾ ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പോയിന്റ് ചാർജിന്റെ കാര്യമല്ല, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരാൻ പോവുകയാണ്. ഒരു ലൈനിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു സർഫസിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു വോള്യത്തിൽ മുഴുവൻ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ചാർജ്, പോയിന്റ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് മാറി ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിൽ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ഏത് വേണമെങ്കിൽ മാറി ചോദിക്കും. 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഇപ്പൊ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. നമ്മളൊന്ന് ചെയ്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ആകെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു സർഫസിൽ നോർമലായി കടന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ്, നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. കണ്ടുപിടിക്കാനുള്ള ഫോർമുല EA cos θ. ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയാൽ ഇന്റഗ്രൽ E.ds. പറയുമ്പോൾ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വായിക്കാം. സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റ് മനസ്സിലായി, ഡയമെൻഷൻ ഫോർമുല മനസ്സിലായി. കാൽക്കുലേറ്റ് ചെയ്യാൻ φ = EA cos θ എന്നുള്ള ഫോർമുലയും φ = E.A സ്കെലാർ പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഫോർമുലയും നിങ്ങൾ അപ്ലൈ ചെയ്യണം. തീറ്റ തെറ്റരുത്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയുടെ നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ആ തീറ്റയുടെ തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. When the surface is parallel to the electric field, theta 90 degree ആണ്, ഫ്ലക്സ് 0 ആണ്. When the surface is normal to the electric field, theta 0 degree ആണ്, and flux is maximum. ഇത് മനസ്സിൽ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് തീറ്റയുടെ കൺഫ്യൂഷൻ മാറും. പിന്നെ നമ്മളിപ്പോ ചെയ്ത് ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേഗം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു തിയറമാണ് ഗോസസ് തിയറം. ഗോസസ് തിയറം ഷേപ്പോ സൈസോ ഓഫ് ദ സർഫസിനായിട്ട് ബന്ധമില്ല. അതേ സമയത്ത് സിമെട്രിക് സിസ്റ്റത്തിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ട്രൂ ഓർ ഫാൾസിൽ ചോദിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഓർമ്മയിൽ വെക്കണം. സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുല φ = 1/ε0 Q നെറ്റ് ക്ലോസ്ഡ്. നെറ്റ് എൻക്ലോസ്ഡ്. നെറ്റ് ചാർജ് ആണെന്ന് Q എന്ന് മനസ്സിലാക്കണം, എൻക്ലോസ്ഡ് ആണെന്ന് മനസ്സിലാക്കണം. ചെറിയ അതിന്റെ സിറ്റുവേഷൻസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ പ്രൂഫ് ചെയ്യും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. നല്ല ഉച്ചഭക്ഷണം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നന്നായി കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir.